ഹായ് ഓൾ. വെൽക്കം ടു ദ ചാപ്റ്റർ 6. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ IAM എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരുന്നു. അപ്പം ഈ പാർട്ടിൽ നമുക്ക് IAMൻ്റെ അകത്ത് തന്നെയുള്ള പോളിസി എങ്ങനെ എഴുതാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ പോളിസി പഠിക്കുന്ന സമയത്ത് നമുക്കുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസിക്കകത്ത് AWSൻ്റെ അകത്ത് തന്നെയുള്ള സർവീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സർവീസസ് എന്ന് പറയുന്ന ഒരു കാര്യം ഓവർലാപ്പായി വരും. അല്ലെങ്കിൽ സർവീസസിൻ്റെ അകത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സർവീസസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല അല്ലേ? ഈ S3, EC2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർവീസസുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളത് പഠിക്കാത്തത് കാരണം നമുക്കത് റിലേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം നമുക്ക് IAM പോളിസി നമുക്ക് പെട്ടെന്ന് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചിട്ട് നമുക്കൊന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ നോക്കാം. എന്നിട്ട് നമുക്ക് പതിയെ AWSൻ്റെ അകത്തിരിക്കുന്ന പോളിസീൻ്റെ അകത്തേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകാം. ഓക്കെ. അപ്പം ആദ്യം നമ്മൾ വിചാരിക്കാം നമ്മുടെ കയ്യിലൊരു ലാപ്ടോപ്പ് ഉണ്ട്. വിൻഡോസ് ആണ് അതിൻ്റെ അകത്ത് OS ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് പല സർവീസസ് ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മളിപ്പം ഫയൽസും ഫോൾഡേഴ്സും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ സിസ്റ്റം പോലുള്ള സാധനങ്ങളുണ്ടാവും. അങ്ങനെയുള്ള വിൻഡോസിൻ്റെ അകത്തിരിക്കുന്ന ഫയൽ സിസ്റ്റംസ് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ? ഇതിപ്പോൾ വിൻഡോസിൻ്റെ അകത്ത് ഫയൽ സിസ്റ്റത്തിൻ്റെ അകത്ത് നമുക്ക് റീഡ് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ക്രിയേറ്റ് ഫയൽ ചെയ്യാം. അങ്ങനെയുള്ള എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ഫയലിൻ്റെ റിലേറ്റഡ് ആയിട്ട് വിൻഡോസ് എന്ന് പറയുന്ന OSൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ആ പറഞ്ഞിരിക്കുന്ന ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന സർവീസ് ആയിരിക്കും ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതൊന്ന് ഡിഫൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് കുറച്ച് യൂസേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. വിവേക്, ലത എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 യൂസേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഈ 2 യൂസേഴ്സിന് ഈ പറഞ്ഞിരിക്കുന്ന ലാപ്ടോപ്പിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് പെർമിഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ വിവേക്, ലത എന്ന് പറയുന്നത് അഡ്മിൻ യൂസേഴ്സ് ഒന്നുമല്ല. അപ്പം നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ അകത്ത് എല്ലാ പെർമിഷൻസും നമുക്ക് ഈ യൂസേഴ്സിന് കൊടുക്കേണ്ട കാര്യമില്ല. വളരെ കൺട്രോൾഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് പെർമിഷൻസ് മാത്രം നമുക്ക് ഫയൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫയലുകൾ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള പെർമിഷൻസ് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ റൂൾസ് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ പെർമിഷൻ എല്ലാം സെറ്റ് ചെയ്യുന്നതിന് നമ്മൾ പോളിസി എന്ന് വിളിക്കാമെന്ന് വിചാരിക്കാം. പോളിസീസ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് പെർമിഷൻ എല്ലാം പറഞ്ഞു കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ട ഇവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന 2 യൂസേഴ്സ്, അത് 2 ഐഡൻറ്റിറ്റീസ് അല്ലേ? അപ്പം ഈ ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു പോളിസി അല്ലെങ്കിൽ പെർമിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ 2 യൂസേഴ്സിനും ഈ പറഞ്ഞിരിക്കുന്ന ലാപ്ടോപ്പിൻ്റെ അകത്ത് എല്ലാ ഫയൽസും റീഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ വേണം. റൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനുള്ള പെർമിഷൻ ഒന്നുമല്ല. ജസ്റ്റ് റീഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ മാത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊരു പോളിസി എഴുതുന്നു എന്ന് വിചാരിക്കാം. അപ്പം എന്ത് റൂൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനൊരു ഫോർമാറ്റും കാര്യങ്ങളെല്ലാം വേണമല്ലോ അല്ലേ? ഇന്ന ഫോർമാറ്റിലേക്കായിരിക്കണം. അപ്പം നമ്മൾ പോളിസി എഴുതുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊരു ഫോർമാറ്റാണ് കീപ്പ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അതായത് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് നമ്മൾ ആഡ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നു ഈ പറഞ്ഞിരിക്കുന്ന പോളിസിക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അലൗഡ് ആണോ അല്ലെങ്കിൽ ഡെനീഡ് ആണോ, അല്ലെങ്കിൽ ഈ പോളിസിക്കകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ പോളിസി അസൈൻ ചെയ്തിരിക്കുന്ന ആൾക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എഫക്റ്റ് അലൗഡ് അല്ലെങ്കിൽ ഡെനീഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അതിനുശേഷം നമ്മൾ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ് വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എന്ത് പെർമിഷനാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പം അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണ്ടി വരും? ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം ആക്ഷനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ? അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വിൻഡോസിൻ്റെ അകത്തിരിക്കുന്ന പല പല സർവീസുകളായിരിക്കും ഈ പല പല ആക്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെയുള്ള ആക്ഷനെ ഇവിടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന അതിൻ്റെ മെയിൻ സർവീസ്, അതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആക്ഷൻ, റീഡ് ഫയൽ എന്ന് പറയുന്ന ഒരു ആക്ഷൻ. അത് കഴിഞ്ഞിട്ട് ഈ റീഡ് ഫയലിൻ്റെ അകത്ത് തന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് കുറേ ഫയൽസുകൾ കാണും അല്ലേ? ഫയൽ സിസ്റ്റത്തിൻ്റെ അകത്ത് കുറേ ഫോൾഡേഴ്സ് കാണും. ഡിക്കകത്ത് നമ്മൾ മേ ബി ഫോൾഡർ 1, ഫോൾഡർ 2, ആ ഫോൾഡറിൻ്റെ അകത്ത് notes.1txt എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ഫോൾഡേഴ്സും പല പല ഫയൽസും കാണും. അങ്ങനെയുള്ള ഫയലുകളെ നമ്മൾ റിസോഴ്സ് എന്ന് വിളിക്കുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഏതൊക്കെ ഫയലുകൾ ഈ പർട്ടിക്കുലർ യൂസർക്ക് അല്ലെങ്കിൽ ഇവർക്ക് 2 പേർക്കും ആക്സസ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസോഴ്സ് എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം.
അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സാധനം യൂസ് ചെയ്തു. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ആക്സസ് ചെയ്യാം എന്നാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഇങ്ങനെ ഒരു പോളിസി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞിരിക്കുന്ന മെഷീൻ്റെ അകത്ത് ഫയൽ സിസ്റ്റത്തിൻ്റെ അകത്ത് റീഡ് ഫയൽ എന്ന് പറയുന്ന ഒരു ആക്ഷൻ ഉണ്ട്. അത് അലൗഡ് ആണ്. ആ അലൗഡ് എന്ന് പറയുന്നത് എല്ലാ റിസോഴ്സിൻ്റെ അകത്തും, ഈ പറഞ്ഞിരിക്കുന്ന ലാപ്ടോപ്പിൻ്റെ അകത്ത് ഈ ഫയൽ സിസ്റ്റം എന്ന് പറയുന്ന സർവീസ് ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്ന എല്ലാ റിസോഴ്സിൻ്റെ അകത്തും ഈ റീഡ് ഫയൽ എന്ന് പറയുന്ന ആക്ഷൻ ചെയ്യാൻ ഈ പോളിസി അലോ ചെയ്ത് കൊടുക്കും. അതാ അങ്ങനെയുള്ളൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂള് നമ്മൾ ഈ പോളിസി ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയുള്ള കഴിഞ്ഞ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പോളിസി നമ്മൾ വിവേകിനും ലതയ്ക്കും നമ്മളുടെ 2 യൂസേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പോളിസി നമ്മൾ ഡിഫൈൻ ചെയ്തു. പോളിസി നമ്മൾ ഡിഫൈൻ ചെയ്തത് എന്ത് പോയിന്റ് ഓഫ് വ്യൂലാണ്? നമ്മൾ ഇത് 2 യൂസേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് നമ്മൾ ഈ പോളിസി ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് നമ്മളൊരു റൂൾ, പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ റൂള് നമ്മൾ 2 യൂസേഴ്സിനും അസൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന പെർമിഷൻ കിട്ടി. അലൗഡ് ആയതുകൊണ്ട് പെർമിഷൻ കിട്ടി എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ വിചാരിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 2 യൂസേഴ്സും ഈ ലാപ്ടോപ്പിൻ്റെ അകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ഫയലും റീഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കിട്ടി. അപ്പം നമ്മളിങ്ങനെ പോളിസി നമ്മളിങ്ങനെ കുറച്ച് റൂൾസുകൾ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതോട് കൂടി നമുക്ക് അതിൻ്റെ അകത്തേക്ക് യൂസ് ചെയ്യുന്ന യൂസേഴ്സിൻ്റെ പെർമിഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പം നമുക്ക് പല രീതികളിലിരിക്കുന്ന പോളിസീസ് എല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ലോഗിൻ ചെയ്യുന്ന യൂസേഴ്സിൻ്റെ പെർമിഷൻസ് നമുക്ക് അലോ ചെയ്യുകയോ അല്ലെങ്കിൽ ഡെനി ചെയ്യുകയോ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഇത് തന്നെയാണ് IAMൻ്റെ അകത്ത് അല്ലെങ്കിൽ AWSൻ്റെ IAMൻ്റെ അകത്ത് നമ്മൾ പോളിസി ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന പെർമിഷൻസ്, ആക്സസ് എത്രത്തോളം കൺട്രോൾ ചെയ്യും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ പോളിസി എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കൺട്രോൾസ്, റൂൾസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഏതൊരു പോളിസി നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. അതിൽ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം അലൗഡ് ആണോ, ഈ പറഞ്ഞിരിക്കുന്ന പോളിസിയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം അലൗഡ് ആണോ ഡെനീഡ് ആണോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ആക്ഷൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് നമ്മൾ ഏതൊക്കെ ആക്ഷൻസ് ആണ് നമ്മൾ ഈ പോളിസി ഉപയോഗിച്ചിട്ട് ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ റിസോഴ്സിൻ്റെ അകത്താണ് ഈ പറഞ്ഞിരിക്കുന്ന ആക്ഷൻ അല്ലെങ്കിൽ പെർമിഷൻ സെറ്റായി വന്നത് എന്നും പറഞ്ഞു കൊടുക്കണം. അപ്പം ഈ ഒരു 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഏതൊരു പോളിസിയും എഴുതുന്നത്. അപ്പം പോളിസി എഴുതുന്ന സമയത്ത് നമ്മളിതിപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഈ പോളിസി എഴുതിയത് നമ്മൾ 2 യൂസേഴ്സിന്, അതായത് ഐഡൻറ്റിറ്റിക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. അങ്ങനെ എഴുതുന്ന പോളിസിനെ നമുക്ക് ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസി എന്ന് വിളിക്കാം. ഓക്കെ, ആ ടേം ഒന്ന് ഓർത്തിരിക്കണേ. നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ എൻ്റയർ AWSൻ്റെ അകത്ത് നമ്മൾ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പോളിസീസ് റൈറ്റ് ചെയ്തിട്ടാണ്. ഇതേപോലെയുള്ള പോളിസീസ് ഇവിടെ നമ്മളിപ്പോൾ റീഡ് ഫയൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷന് അലോ ചെയ്ത് കൊടുത്തല്ലോ. അങ്ങനെ യൂസേഴ്സിന് ഈ പറഞ്ഞിരിക്കുന്ന പെർമിഷൻസ് അലോ ചെയ്യുകയും ഡെനി ചെയ്യുകയും അതുവഴി എൻ്റയർ സിസ്റ്റത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് AWS IAMൻ്റെ അകത്ത് ഈ രീതിയിലിരിക്കുന്ന പോളിസീസ് എഴുതിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ള പോളിസീസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഈ ടേം എന്തായാലും നിങ്ങൾക്ക് വരും, ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസി. അതായത് പോളിസീനെ നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ്, കുറച്ചും കൂടെ വേറെ വേരിയേഷൻസ് എല്ലാം ഉണ്ട് കേട്ടോ. അത് നമുക്ക് ലേറ്റർ പഠിക്കാം. പക്ഷേ മെയിനായിട്ട് നമുക്ക് 2 രീതിയിൽ പോളിസീസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസി എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസി എന്ന് പറയുന്നത് ഒരു പോളിസി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു യൂസേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു യൂസേഴ്സിൻ്റെ പെർമിഷൻ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ വേണ്ടിയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പോളിസീസിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസീസ് എന്ന് പറയുന്നത്. ഇവിടെ ചെയ്ത പോലെ വിവേകിനും ലതയ്ക്കും ഈ പറഞ്ഞിരിക്കുന്ന ലാപ്ടോപ്പിൻ്റെ അകത്തുള്ള പെർമിഷൻ സെറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നല്ലോ നമ്മൾ ഈ പോളിസി എഴുതിയത് അല്ലേ. അങ്ങനെ ആ ഉദ്ദേശത്തോട്, ആ പോയിന്റ് ഓഫ് വ്യൂവിലോട് കൂടി നമ്മൾ പോളിസി എഴുതുന്നതിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. എന്താണോ യൂസേഴ്സ്, റോൾസ്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. AWS IAM ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് യൂസേഴ്സ്, റോൾസ്, ഗ്രൂപ്പ്സ് എന്നൊക്കെ പറയുന്നില്ല. അങ്ങനെയുള്ള IAMലെ
ഐഡൻറ്റിറ്റീസിന് വേണ്ടിയിട്ട് എഴുതുന്ന പോളിസിയാണ് ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് പോളിസി കൂടിയുണ്ട്. ആ പോളിസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ വിൻഡോസിൻ്റെ അകത്ത് ചില ഫയൽസുകളുണ്ട്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു റിസോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സി യൂസേഴ്സ് ടെസ്റ്റ് റിസൾട്ട്സ് എന്ന് പറയുന്ന ഒരു യൂസർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ആ റിസോഴ്സിനെ എനിക്ക് കുറച്ച് പേർക്ക് അലോ ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നേരത്തെ യൂസേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോളിസി ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്ന പോലെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ പോളിസി ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു റിസോഴ്സിന് വേണ്ടിയിട്ട്, ആ റിസോഴ്സിൻ്റെ ആക്സസ് കൺട്രോൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പോളിസി എഴുതാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞിരിക്കുന്ന സി യൂസേഴ്സ് ടെസ്റ്റ് റിസൾട്ട്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിൻ്റെ അകത്തേക്ക് ആർക്കൊക്കെ പെർമിഷൻ വേണം, ആർക്കൊക്കെ പെർമിഷൻ വേണ്ട എന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോളിസി എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഫക്റ്റ് അലൗഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഈ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റ് റിസൾട്ട്സ് എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് അലൗഡ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ, അല്ലെങ്കിൽ അലോ ചെയ്യാണ്, നമ്മൾ ഓപ്പറേഷൻ അലോ ചെയ്യാണ്. ഇനി എന്തൊക്കെ ഓപ്പറേഷനാണ് നമ്മൾ അലോ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ അകത്തേക്ക് മോഡിഫൈ ചെയ്യാനും ക്രിയേറ്റ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യാനുള്ള 2 പെർമിഷൻസ് ആണ് നമ്മളിവിടെ അലോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ റിസോഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ അകത്ത് നിന്ന്, അല്ലെങ്കിൽ റിസോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പെർമിഷൻസ് സെറ്റ് ചെയ്യുന്നതിനെ ആണ് നമ്മൾ റിസോഴ്സ് ബേസ്ഡ് പോളിസി എന്ന് പറയുന്നത്. ഇത് ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോളിസി ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇത് നമ്മൾ റിസോഴ്സിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റിസോഴ്സിൻ്റെ പെർമിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോളിസി ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പോളിസീസിനെ നമ്മൾ റിസോഴ്സ് ബേസ്ഡ് പോളിസി എന്ന് പറയും. അപ്പം ഇതിൻ്റെ തമ്മിലുള്ള ഈ ഫോർമാറ്റിലിരിക്കുന്ന ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇത് രണ്ടും ഈ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ എല്ലാ പോളിസിയിലും നിങ്ങൾക്ക് കാണും കേട്ടോ. എഫക്റ്റ്, ആക്ഷൻ, റിസോഴ്സ് എന്ന് പറയുന്നത്. അതല്ലാതെ റിസോഴ്സ് ബേസ്ഡ് പോളിസിക്കകത്ത് ഒരു അഡീഷണൽ കാര്യങ്ങൾ കൂടി വരും. അതാണ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് നമുക്ക് ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസി, അതായത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തല്ലോ, അതിൽ പ്രിൻസിപ്പൾ വേണ്ടിയിരുന്നില്ല. പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇത് ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ്. ഈ പോളിസി ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസിയിൽ നമ്മൾ പ്രിൻസിപ്പൾ ആവശ്യമില്ല. കാരണം എന്താണ്, അത് നമ്മൾ ആ പോളിസി നമ്മൾ ഒരു യൂസറിന് അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ യൂസറിന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞിരിക്കുന്ന യൂസ് ചെയ്യുന്ന ആളുണ്ടല്ലോ, അവിടെ ഇംപ്ലിസിറ്റ് ആയിട്ട് അത് ഡിഫൈൻഡ് ആയി. നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ അത് ഇംപ്ലിസിറ്റ് ആയിട്ട് അവിടെ ഡിഫൈൻഡ് ആയി. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഈ പോളിസി നമ്മൾ വിവേകിന് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് വിവേകായി മാറി അല്ലേ. അപ്പം ആ അസൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് നമ്മൾ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന കാര്യത്തിനെ ഈ ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസിയിൽ ഡിഫൈൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുമ്പം ഇംപ്ലിസിറ്റ് ആയിട്ട് പ്രിൻസിപ്പൾ എന്ന് പറയുന്ന കാര്യം ഡിഫൈൻ ആവുന്നത് കൊണ്ട് നമുക്ക് പോളിസിയുടെ അകത്ത് നമുക്ക് പ്രിൻസിപ്പൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞിരിക്കുന്ന പോളിസീനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിവേക് ലതനോ അല്ലെങ്കിൽ വേറെ കുറേ യൂസേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോരോ യൂസേഴ്സിനും അസൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് AWS IAM ഇൻറ്റേർണലി അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രിൻസിപ്പളിൻ്റെ എണ്ണം ഇൻറ്റേർണലി കീപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എക്സ്പ്ലിസിറ്റി ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട, നമ്മൾ അസൈൻ ചെയ്യുന്ന സമയത്ത് അത് ഇംപ്ലിസിറ്റ് ആയിട്ട് തന്നെ എടുത്തോളും. അതുകൊണ്ടാണ് ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസിക്കകത്ത് നമ്മൾ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന സാധനം എക്സ്പ്ലിസിറ്റ് ആയിട്ട് പോളിസി അകത്ത് തന്നെ പറഞ്ഞു കൊടുക്കേണ്ട സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ റിസോഴ്സ് ബേസ്ഡ് പോളിസിയിൽ എന്താണ്, റിസോഴ്സ് ബേസ്ഡ് പോളിസി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസോഴ്സിനാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. അപ്പം അവിടെ നമ്മളൊരു യൂസറിന് അസൈൻ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആ പോളിസിക്ക് അകത്ത് തന്നെ ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻസിപ്പൾ എന്ന് പറയുന്ന കാര്യം എഴുതിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന റൂള് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇതിൽ ഇപ്പം എന്താ സംഭവിച്ചത്, പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലത എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പോളിസി ഈ പറഞ്ഞിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലതയ്ക്ക് ഈ പറഞ്ഞിരിക്കുന്ന റിസോഴ്സ്, അതായത് ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്ന റിസോഴ്സിൻ്റെ അകത്ത് മോഡിഫൈ ചെയ്യാനും ക്രിയേറ്റ് ഫയൽ ചെയ്യാനുമുള്ള പെർമിഷൻ അലൗഡ് ആയിട്ട് കിട്ടുകയാണ്.
ഓക്കെ. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന കാര്യം മാറ്റി മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം യൂസേഴ്സ് നമ്മളിവിടെ കൊടുക്കുന്നോ അത്രത്തോളം യൂസേഴ്സിന് ആ പെർമിഷൻ കിട്ടും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമിലർ കൈൻഡ് ഓഫ് പോളിസി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐഡന്റിറ്റി ബേസ്ഡ് പോളിസി ആയിട്ടും എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലേ? ഈ സിമിലർ സാധനം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന എഫക്റ്റും ആക്ഷനും റിസോഴ്സും വെച്ചിട്ട് നമ്മളൊരു പോളിസി ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ പോളിസി നമുക്ക് ലതയ്ക്ക് അസൈൻ ചെയ്ത് കൊടുത്താൽ പോരെ എന്നുള്ളൊരു സ്വാഭാവികമായൊരു സംശയം വരും. പക്ഷെങ്കിൽ അതിൻ്റെ വ്യത്യാസം ഇരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ സിസ്റ്റമാണ്. വലിയ സിസ്റ്റത്തിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനൊരു ഇതേപോലെ ഈ നമ്മൾ റിസോഴ്സിൻ്റെ അകത്തിരിക്കുന്ന സാധനം നമ്മൾ ഐഡന്റിറ്റി ബേസ്ഡ് പോളിസി ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതെടുത്തിട്ട് ആർക്ക് വേണമെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു സ്പാൻ കിടക്കുന്നത് പറയുന്നത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ അകത്താണ്. ആ സിസ്റ്റത്തിൻ്റെ അകത്ത് നിങ്ങൾ അങ്ങനെ ഒരു പോളിസി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പോളിസി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെങ്കിൽ റിസോഴ്സ് ബേസ്ഡ് പോളിസി എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ റിസോഴ്സുമായിട്ട് എല്ലായ്പ്പോഴും കപ്പിൾഡ് ആയിരിക്കും. നമ്മൾ ആ റിസോഴ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ആ പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ആ പോളിസി ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലായ്പ്പോഴും റിസോഴ്സുമായിട്ട് ആ പോളിസി കപ്പിൾഡ് ആയിരിക്കും. ഭയങ്കര ടൈറ്റ്ലി കപ്പിൾഡ് ആയിരിക്കും. അവിടെ നമുക്ക് അടർത്തി മാറ്റിയെടുക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ പോളിസിയുമായിട്ട് എല്ലായ്പ്പോഴും ഈ റിസോഴ്സുമായിട്ട് ഈ പോളിസി എല്ലായ്പ്പോഴും വളരെ അടുത്ത് തന്നെയായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമുക്ക് ആ റിസോഴ്സിൻ്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് നമുക്ക് ആ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വരികയാണ്. ഈ റിസോഴ്സ് ബേസ്ഡ് പോളിസി നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത്. മറ്റേ പോളിസി എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു സാധനമാണ്. അതിന് ആർക്ക് വേണമെങ്കിലും ഏത് യൂസേഴ്സിന് വേണമെന്നുണ്ടെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു അസൈനിങ് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിസോഴ്സിൻ്റെ ഈ പെർമിഷൻ വേറെ അൺഇൻറ്റൻഷനലി വേറെ ആൾക്കൊക്കെ അസൈൻ ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഒരു പർട്ടിക്കുലർ റിസോഴ്സിന് വളരെ കൺട്രോൾഡ് ആയിട്ട് നിങ്ങൾക്ക് പെർമിഷൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റിസോഴ്സിൻ്റെ വളരെ ടൈറ്റായിട്ട് കപ്പിൾ ചെയ്തിട്ട് തന്നെ പോളിസി എഴുതേണ്ടതുണ്ട്. അങ്ങനെ പോളിസി എഴുതാനുള്ള ഒരു ഫീച്ചറാണ് റിസോഴ്സ് ബേസ്ഡ് പോളിസി എന്ന് പറയുന്നത്. ഒരു വളരെ റഫായിട്ടുള്ള ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ച് കൺഫ്യൂഷനൊക്കെ അതിൻ്റെ അകത്ത് വരും. എന്തുകൊണ്ടാണ് നമുക്ക് ഐഡന്റിറ്റി ബേസ്ഡ് പോളിസിയും റിസോഴ്സ് ബേസ്ഡ് പോളിസിയും വേണ്ടത് എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും. ഇത് രണ്ടായിട്ട് തന്നെ വേണ്ടതുണ്ട് എന്നുള്ളത്. ബേസിക്കലി എല്ലായ്പ്പോഴും നമ്മൾ IAM തുടങ്ങുന്ന സമയത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇതെന്ന് പറയുന്നത് വളരെ വലിയൊരു കുറേ പേര് യൂസ് ചെയ്യുന്ന വളരെ വലിയൊരു സിസ്റ്റം ആയിരിക്കും AWS അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കും. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് വളരെ കൺട്രോൾഡ് ആയിട്ട് തന്നെ പെർമിഷൻസ് സെറ്റ് ചെയ്യേണ്ടതൊക്കെ വരും. അങ്ങനെ ഒരു പർട്ടിക്കുലർ റിസോഴ്സ് വേറെ ആരും യൂസ് ചെയ്യരുത്. ഈ റിസോഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പെർമിഷൻ സെറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നോർമലി റിസോഴ്സ് ബേസ്ഡ് പോളിസി എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത കാര്യം നമുക്ക് IAMൻ്റെ അകത്ത് AWS അക്കൗണ്ടിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ വിൻഡോസിൻ്റെ കാര്യത്തിൽ നിന്നായിരുന്നു ഡിഫൈൻ ചെയ്ത് വന്നത് അല്ലേ. ഇനി നമുക്ക് IAMൻ്റെ അകത്ത് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമുക്കൊരു സർവീസ് വേണം. S3 എന്ന് പറയുന്ന സർവീസാണ്. S3 എന്ന് പറയുന്നത് AWSൻ്റെ അകത്തിരിക്കുന്ന ഒരു സർവീസാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് S3 എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട് എന്നൊന്ന് വിചാരിച്ചിരുന്നാൽ മതി. എന്ന് പറയുന്നത് നമുക്ക് ഫയൽസും ഫോൾഡേഴ്സും എല്ലാം വിൻഡോസിൻ്റെ അകത്ത് നമ്മൾ ഫോൾഡേഴ്സും ഫയൽസും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അതേപോലെ തന്നെ ക്ലൗഡിൻ്റെ അകത്ത് നമുക്ക് ഫോൾഡേഴ്സും ഫയൽസും എല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് S3 എന്ന് പറയുന്ന സാധനം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ S3 നമ്മൾ വിൻഡോസിൻ്റെ അകത്ത് ഫോൾഡേഴ്സ് ഉണ്ടല്ലോ, അതേപോലെ S3 ബക്കറ്റ് എന്നാണ് പറയുന്നത്. അത് ഫോൾഡേഴ്സുമായിട്ട് എക്സാക്ട്ലി മാപ്പ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇനീഷ്യലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിക്കാം. നമ്മളെ വിൻഡോസിൻ്റെ അകത്തിരിക്കുന്ന ഫോൾഡറാണ് S3 ബക്കറ്റ് എന്ന് പറയുന്നത്. ആ ബക്കറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ ഫോൾഡറിൻ്റെ അകത്തേക്ക് ഫയലുകളാണല്ലോ എടുത്ത് വെക്കുന്നത്. അതേപോലെ തന്നെ S3 ബക്കറ്റുകളുടെ അകത്തേക്ക് നമുക്ക് ഫയൽസ് എടുത്ത് വെക്കാൻ പറ്റും. അങ്ങനെ എടുത്ത് വെക്കുന്ന ഫയലുകളെ നമ്മൾ ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, വിൻഡോസിൻ്റെ അകത്ത് ഫയലാണെങ്കിൽ S3 അത് ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം നേരത്തെ നമ്മൾ റീഡ് ഫയൽ, ക്രിയേറ്റ് ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷൻസ് ഡിഫൈൻ ചെയ്തല്ലോ. അതേപോലെ തന്നെ S3യും അതിൻ്റെ അകത്തിരിക്കുന്ന റിസോഴ്സുകളെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ആക്ഷൻസ് S3 വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന റിസോഴ്സുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഗെറ്റ് ഒബ്ജക്റ്റ്, പുട്ട് ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുന്നത്. ഗെറ്റ് ഒബ്ജക്റ്റ് നമ്മളിപ്പം S3 വെച്ച് ഫയൽ സിസ്റ്റം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞപ്പം അത് ക്രിയേറ്റ് ചെയ്യുന്ന റിസോഴ്സുകൾ എന്തായിരുന്നു? ഫോൾഡേഴ്സും ഫയൽസും ആണ്. അതേപോലെ തന്നെ ഈ S3 വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന 3 റിസോഴ്സുകൾ എന്തായിരിക്കും? അത് ബക്കറ്റുകളും
ഒബ്ജക്റ്റുകളും ആയിരിക്കും അല്ലേ? നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഫയൽ നമുക്ക് AWS ക്ലൗഡിൻ്റെ അകത്ത് എടുത്ത് നമ്മളൊരു ഫ്ലോ ചാർട്ട് എഴുതിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതൊരു ഫയലായിരിക്കും. ഫ്ലോ ചാർട്ട് ഡോട്ട് PNG എന്ന് പറയുന്ന ഒരു ഇമേജ് ഫയലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് അത് എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഡെവലപ്പർ ഡിസൈൻ എന്നങ്ങാൻ പറഞ്ഞിട്ട് നമ്മളൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ബക്കറ്റിൻ്റെ അകത്തേക്കായിരിക്കും നമ്മൾ ഈ PNG ഫയൽ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ബക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡെവലപ്പർ ഡിസൈൻ എന്ന് പറയുന്ന ഫോൾഡർ ആയിരിക്കും. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ PNG ഫയൽ എടുത്ത് വെച്ചാൽ ആ PNG ഫയൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ രണ്ടെണ്ണം ഈ ക്രിയേറ്റ് ചെയ്ത ബക്കറ്റും ഈ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റും S3ക്ക് അകത്തിരിക്കുന്ന റിസോഴ്സുകളായിട്ടാണ് AWS എടുത്ത് വെക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് ആ പോയിന്റ്. S3ക്ക് അകത്ത് നമ്മൾ നേരത്തെ ഇനീഷ്യലിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണത്. AWSൻ്റെ സർവീസ് ഉണ്ട്. സർവീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഇൻസ്റ്റൻസുകളെയാണ് നമ്മൾ AWSൻ്റെ അകത്ത് റിസോഴ്സുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കത് ആ പോയിന്റ് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പം നമ്മളിപ്പം ഇവിടെ നമ്മൾ IAMൻ്റെ പോളിസിയും കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സർവീസ് യൂസ് ചെയ്തിട്ടാലേ നമുക്ക് AWSൻ്റെ പോളിസി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് S3 ആണ്. ബാക്കി സർവീസുകളൊന്നും നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ S3 യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ S3 ഇങ്ങനെ കുറച്ച് ഡിഫൈൻഡ് ആക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലേ? അപ്പം നമുക്ക് ചില എല്ലാ ഫയലുകളും റീഡ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് നമ്മൾ നേരത്തെ വിവേകിനും ലതയ്ക്കും കൊടുത്തിരുന്നത് വിൻഡോസിൻ്റെ അകത്ത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? AWSൻ്റെ അകത്ത് പോളിസി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിടാം. നേരത്തെ നമ്മൾ ഫയൽ സിസ്റ്റം ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആക്ഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ എന്ത് സംഭവിച്ചു? നമ്മൾ S3 ഗെറ്റ് ഒബ്ജക്റ്റ് ഫയൽ സിസ്റ്റം റീഡ് ഫയൽ എന്ന് പറയുന്ന സാധനമായിരുന്നു. ഇവിടെ S3 ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗെറ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പോളിസി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ S3ക്ക് അകത്ത് ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റ് റീഡ് ചെയ്യാനുള്ള പെർമിഷനാണ്. റീഡ് ചെയ്തെടുക്കാനുള്ള നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഫയലിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പം റീഡ് ഫയൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് S3ക്ക് അകത്ത് ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആക്ഷനാണ് നമ്മളിവിടെ അലോ ചെയ്യാൻ പോകുന്നത്. S3ക്ക് അകത്തിരിക്കുന്ന അല്ലെങ്കിൽ AWSൻ്റെ അകത്തിരിക്കുന്ന എല്ലാ റിസോഴ്സും. ഈ സ്റ്റാർ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എല്ലാം വൈൽഡ് കാർഡ് സ്റ്റാർ എന്ന് പറയുന്നത് എല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ കൊടുക്കുമ്പോഴാണ് നോർമലി സ്റ്റാർ യൂസ് ചെയ്യുന്നത്. ഇതധികം നമ്മൾ യൂസ് ചെയ്യാറില്ല ഈ സ്റ്റാർ എന്ന് പറയുന്നത്. കാരണം അത് വളരെ അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുന്ന ഒരു പെർമിഷനായിട്ട് മാറും. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് പോളിസി അകത്തേക്ക് പോകാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ അടുത്ത പോളിസി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ സ്റ്റാർ എന്ന് പറയുന്ന സാധനം കൊടുക്കത്തില്ല. ഓക്കെ. അപ്പം S3ക്ക് അകത്തിരിക്കുന്ന എല്ലാ ഗെറ്റ് ഒബ്ജക്റ്റിനും ഇവിടെ പെർമിഷൻ കൊടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ അത് ഈ പറഞ്ഞിരിക്കുന്ന IAM യൂസേഴ്സ് ആണ്. IAM യൂസേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ. ഓർക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ IAM യൂസേഴ്സിന് നമ്മൾ ഈ പോളിസി അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ IAM യൂസേഴ്സ് നമ്മളുടെ AWS അക്കൗണ്ടിൻ്റെ അകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് S3 എന്ന് പറയുന്ന സർവീസിൻ്റെ അകത്ത് എല്ലാ ഫയൽസും റീഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഉണ്ടാവും. റീഡ് ചെയ്യാനുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ. അതൊന്ന് കാര്യം ഓർക്കണേ. നമ്മൾ എന്താണോ പെർമിഷൻ ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആ പെർമിഷൻ മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന വിവേകിനും ലതയ്ക്കും ഈ AWS അക്കൗണ്ടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ S3ക്ക് അകത്ത് നിന്ന് ഒരു ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഫയൽ റീഡ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസിയാണ്. കാരണം നമ്മൾ IAM യൂസേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോളിസി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഐഡൻറ്റിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അത് IAM യൂസേഴ്സും ഗ്രൂപ്പ്സും IAM റോൾസിനെയൊക്കെയാണ് നമുക്ക് AWS IAMൻ്റെ അകത്ത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. വിൻഡോസിൻ്റെ അകത്ത് യൂസേഴ്സ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ലോഗിൻ ചെയ്യുന്ന യൂസേഴ്സ്, അഡ്മിൻ യൂസേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതേപോലെ AWSൻ്റെ അകത്തിരിക്കുന്ന ഐഡൻറ്റിറ്റി എന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് IAM യൂസേഴ്സും IAM ഗ്രൂപ്പ്സും IAM റോൾസുമാണ്. അപ്പം ഈ 3 പേർക്കുമായിരിക്കും നമ്മൾ ഐഡൻറ്റിറ്റി ബേസ്ഡ് ആയിട്ട് നമ്മളൊരു പോളിസി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതോട് കൂടി ആ പർട്ടിക്കുലർ IAM യൂസേഴ്സിന് നമ്മുടെ പർട്ടിക്കുലർ AWS അക്കൗണ്ടിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത് പോവാണ്. ഓക്കെ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു റിസോഴ്സ് ബേസ്ഡ് പോളിസി പറഞ്ഞല്ലോ അല്ലേ? അതേപോലെ തന്നെ നമുക്ക് IAMൻ്റെ അകത്തും റിസോഴ്സ് ബേസ്ഡ് പോളിസി പറയാം. അപ്പം റിസോഴ്സ് എന്ന് പറയുന്ന കാര്യം വരുന്ന സമയത്ത് ഇവിടെ ഒരു പുതിയ ടേം കൂടി നമുക്ക് വരികയാണ്. അതെന്ന് പറയുന്നത് ARN എന്ന് പറയുന്നതാണ്.
ആമസോൺ റിസോഴ്സ് നെയിം എന്നാണ് അതിൻ്റെ പേര്. അതായത് ആമസോണിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ റിസോഴ്സും യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആമസോൺ ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ARN എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞതിൽ നമ്മളൊരു ഫയൽ ഇട്ടു. നമ്മൾ സി യൂസേഴ്സ് വിവേക് അതിൻ്റെ അകത്ത് test.txt എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഇട്ടു എന്ന് വിചാരിക്കുക അല്ലേ. അപ്പം അതിനെ യൂണീക്ക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? C/users എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്ത് പോകുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ അല്ലേ. text.txt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പം ഏത് കാര്യത്തിനെയും നമുക്ക് വീണ്ടും യൂസ് ചെയ്യേണ്ടി വരും. വീണ്ടും യൂസ് ചെയ്യുമ്പം നമുക്കത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. അങ്ങനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് AWSൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഈ ARN എന്ന് പറയുന്നത്. ആമസോൺ റിസോഴ്സ് നെയിം എന്നാണ് അതിൻ്റെ പേര്. അപ്പം നമ്മളൊരു റിസോഴ്സ് ബേസ്ഡ് പോളിസിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളൊരു റിസോഴ്സിനെയാണ് പോളിസി യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അത് ഏത് റിസോഴ്സിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ ഈ പോളിസിയിൽ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമുക്ക് യുണീക്കായിട്ട് റിസോഴ്സിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നെയിമാണ് ARM. അതുകൊണ്ട് നമുക്ക് ARM ഈ പോളിസിക്കകത്ത് യൂസ് ചെയ്യാം. ഇതിപ്പം അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. നോർമലി പല സർവീസിൻ്റെ അകത്തിരിക്കുന്ന പല ഒബ്ജക്റ്റുകളെയും ഇതാക്കാൻ വേണ്ടിയിട്ട് റിസോഴ്സിൻ്റെ അകത്ത് ഒരു ഫോർമാറ്റൊക്കെ ഉണ്ട്. ARM കോളം, AWS കോളം, S3 സർവീസ് ഏതാണോ അത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3 കോളം, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ബക്കറ്റ്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബക്കറ്റാണ് മൈ ബക്കറ്റ് എന്ന് പറയുന്നത്. ഫോൾഡറിന് ബക്കറ്റ് എന്ന് പറയുന്നത് S3ക്കകത്ത് വിൻഡോസിൻ്റെ അകത്തിരിക്കുന്ന ഫോൾഡറാണ് അല്ലേ. അപ്പം ഇവിടെ ഫോൾഡറിന് നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു എന്ന് തന്നെ വിചാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ ഫോൾഡറിൻ്റെ അകത്തിരിക്കുന്ന എല്ലാം എന്നാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. /* കൊടുത്തല്ലോ. അപ്പം ഈ മൈ ബക്കറ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ, ആ ഫോൾഡറിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ റിസോഴ്സുകളെയുമാണ് ഈ പോളിസി കൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഒരു പർട്ടിക്കുലർ ഫയലിനെയോ അങ്ങനെയൊന്നല്ല, ഈ മൈ ബക്കറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഫയലുകളെയും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ഈ രീതിയിൽ യൂസ് ചെയ്യുന്നത്. /* എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ മൈ ബക്കറ്റിലിരിക്കുന്ന എല്ലാ ഫയലുകളും, മേ ബി അതിൻ്റെ അകത്ത് ഒരു ഫയലാണെങ്കിൽ ആ ഫയലിൽ, അല്ലെങ്കിൽ നമ്മൾ 100 ഫയൽ ഉണ്ടെങ്കിൽ ആ 100 ഫയലിനും ഈ പറഞ്ഞിരിക്കുന്ന പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആപ്ലിക്കബിൾ ആകും. ഓക്കെ. അപ്പം അതിൻ്റെ അകത്തിരിക്കുന്ന ഫയലുകൾക്കെല്ലാം നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? എഫക്റ്റ് അലോ ആണ്. അതായത് അലോ ചെയ്യാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻസ്. പുട്ട് ഒബ്ജക്റ്റ്, ക്രിയേറ്റ് ഒബ്ജക്റ്റ്. അതായത് പുട്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വിൻഡോസിൻ്റെ അകത്ത് റൈറ്റ് ഫയൽ എന്നൊക്കെ പറയുന്നത് റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ക്രിയേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പുതിയതായിട്ടുള്ള ക്രിയേറ്റ് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 പെർമിഷൻസ് നമ്മൾ പ്രിൻസിപ്പിൾ പറഞ്ഞു കൊടുക്കണം. റിസോഴ്സ് ബേസ്ഡ് പോളിസി ആയതുകൊണ്ട് നമുക്ക് പ്രിൻസിപ്പിൾ വേണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് ഓർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിവേക്, ജോൺ എന്ന് പറയുന്ന 2 പേർക്കും ഈ പറഞ്ഞിരിക്കുന്ന മൈ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഫയലുകളും മോഡിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഈ മൈ ബക്കറ്റിൻ്റെ അകത്ത് പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുമുള്ള ഒരു പെർമിഷനാണ് നമ്മൾ ഈ പോളിസി വഴി നമ്മളിവിടെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോളിസി നമ്മൾ സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി വിവേകും ജോൺ എന്ന് പറയുന്ന 2 IAM യൂസേഴ്സിന് ഇത്രയും പെർമിഷൻ കിട്ടി. ഇപ്പം നിങ്ങൾക്ക് ഓർക്കാം, അതായത് വിവേക്, ജോൺ എന്ന് പറയുന്ന 2 യൂസേഴ്സിന് മാത്രമേ നമ്മൾ ഇത് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലത ഈ പറഞ്ഞിരിക്കുന്ന AWS അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ മൈ ബക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ പറ്റത്തില്ല. അത് AWS IAM ഡെനി ചെയ്യും, അതായത് കൺട്രോൾ ചെയ്യും. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് എല്ലാം വരും. അത് റെസ്ട്രിക്റ്റ് ചെയ്യും. ഓക്കെ. അപ്പം നമ്മളിവിടെ എന്താണോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആ യൂസേഴ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പുതിയ ടേം നിങ്ങൾക്ക് വന്നിരുന്നു, ARM എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന AWSൻ്റെ അകത്ത് പോളിസിയുടെ ഒരു സ്ട്രക്ചർ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം ആ സ്ട്രക്ചർ നമുക്ക് ഒരു ഫോർമാറ്റിൽ നമുക്ക് എഴുതിയാലേ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഫയലായിട്ട് സേവ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ അല്ലേ. അപ്പം നമുക്ക് ഒരു ഫോർമാറ്റ് അവിടെ യൂസ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു ഫയൽ ഫോർമാറ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോളിസീസ് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇത് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമുക്കൊരു ഫിക്സഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫോർമാറ്റിലേക്ക് നമുക്ക് എഴുതേണ്ടതുണ്ട് അല്ലേ. അങ്ങനെ ഇരിക്കുന്ന AWSൻ്റെ അകത്ത് നമുക്ക് പോളിസി എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് JSON എന്ന് പറയുന്ന ഫോർമാറ്റാണ്. ഈ JSON എന്ന് പറയുന്നത് നിങ്ങൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻ്റെ അകത്തൊക്കെ വളരെ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ്. ഓൾറെഡി നിങ്ങളെല്ലാവരും ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് ഫെമിലിയർ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ വിക്കിപീഡിയ എങ്ങാനും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ നോക്കണേ. അപ്പം ഈ JSONൻ്റെ അകത്ത് നോർമലി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും.
ഒരു കീ ഉണ്ടാവും. അതിനൊരു വാല്യൂ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയാണ് ആ ഒരു ഫോർമാറ്റ് JSONലിരിക്കുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അറേയ്സ് ഉണ്ടാക്കാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന കേളി ബ്രാക്കറ്റിൻ്റെ അകത്തിരിക്കുന്നതിന് ഒബ്ജക്റ്റുകൾ എന്നാണ് നമ്മൾ JSONൻ്റെ അകത്ത് പറയുന്നത്. അപ്പം ഈ അറേക്കകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയിടാൻ പറ്റും. അപ്പം നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കീ പറയാം. അതിന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് JSON നോർമലി ഇരിക്കുന്നത്. എല്ലാവരും ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു ഫോർമാറ്റ് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു JSON ഫോർമാറ്റിൻ്റെ അകത്തേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ അല്ലേ? നമ്മളിവിടെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ എഫക്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ എഫക്റ്റ് കീ ആക്കി മാറ്റാം. എന്നിട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന വാല്യൂ എലോ ആണോ അല്ലെങ്കിൽ ഡെനി ആണോ എന്നൊക്കെ നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ആക്ഷൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആണ്. അപ്പം ഈ മൾട്ടിപ്പിൾ സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാം, JSONൻ്റെ അകത്തിരിക്കുന്ന അറേ എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ മൾട്ടിപ്പിൾ സാധനങ്ങളെല്ലാം നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയൊരു ഡാറ്റയെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് JSON തന്നെയാണ്. അപ്പം നമ്മൾ JSON ഫോർമാറ്റിലാണ് AWSൻ്റെ അകത്ത് പോളിസീസ് എല്ലാം എഴുതുന്നത്. 2 പോളിസി ആയാലും ഐഡന്റിറ്റി ബേസ്ഡ് പോളിസി ആയാലും റിസോഴ്സ് ബേസ്ഡ് പോളിസി ആയാലും നമ്മൾ എഴുതുന്നത് JSON ഫോർമാറ്റിലായിരിക്കും. ഓക്കെ. ഇനിയിപ്പം ഐഡന്റിറ്റി ബേസ്ഡ് പോളിസീൻ്റെ കേസിൽ AWSൻ്റെ അകത്ത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അതിനൊരു ഡിഫറെൻറ്റ് ടൈപ്പുകളുണ്ട് ബേസിക്കലി. ഐഡന്റിറ്റി ബേസ്ഡ് പോളിസീസ് മാത്രമേ, റിസോഴ്സ് ബേസ്ഡ് പോളിസീസിന് ഈ ടൈപ്പ് ആപ്ലിക്കബിൾ അല്ല. ഐഡന്റിറ്റി ബേസ്ഡ് പോളിസീസിന് മാത്രം AWS കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് AWS മാനേജ്ഡ് പോളിസീസ് ആണ്. AWS മാനേജ്ഡ് പോളിസി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, നമുക്ക് പോളിസി അങ്ങനെ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്ത് പോകണം, പെർമിഷൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകണം. അപ്പം വളരെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് യൂസ് കേസിന് വേണ്ടിയിട്ട് AWS കുറേ സാധനങ്ങൾ ഡിഫോൾട്ടായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഡിഫോൾട്ടായിട്ട് കുറച്ച് പോളിസീസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഒരു ഗുണം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അങ്ങനെ ഒരു S3-ക്കകത്ത് നമുക്ക് റൈറ്റ് പെർമിഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചിലപ്പം AWS ഓൾറെഡി ഒരു പോളിസി തന്നിട്ടുണ്ടാവും. മാനേജ്ഡ് ആയിട്ടുള്ള നമ്മളുടെ അക്കൗണ്ടിൽ തന്നെ എല്ലാ അക്കൗണ്ടിലും അവർ ബൈ ഡിഫോൾട്ട് അത് ആഡ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളായിട്ടൊരു പോളിസി എഴുതേണ്ടത് കാര്യമില്ല. നമുക്ക് ആ AWS തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പോളിസീസ് എഴുതാം. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് പോളിസീസ് എഴുതി പോകാൻ പറ്റും. നമ്മൾ നോർമലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ ലൈബ്രറീസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, ചില ഫംഗ്ഷനാലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണിത്. AWS ഈ പോളിസീസ് ബൈ ഡിഫോൾട്ട് ആയിട്ട് അവർ എഴുതി തന്നിട്ട് നമ്മളുടെ അക്കൗണ്ടിലുണ്ട്. നമുക്കത് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോളിസി എഴുതാൻ പറ്റും. രണ്ടാമത് ടൈപ്പ് എന്ന് പറയുന്നത് കസ്റ്റമർ മാനേജ്ഡ് പോളിസീസ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോളിസീസ്. നമ്മൾ JSON ഫോർമാറ്റിൽ നമുക്ക് എന്തൊക്കെ പെർമിഷൻ വേണം, ഏതൊക്കെ ആക്ഷൻസ്, ഏതൊക്കെ റിസോഴ്സ് എന്നൊക്കെ നമ്മളായിട്ട് തന്നെ റൈറ്റ് ചെയ്യുന്ന പോളിസീസ്. എന്നിട്ട് നമുക്ക് നമ്മളുടെ അക്കൗണ്ടിന് ഒരു പേര് കൊടുത്ത്, ആ പർട്ടിക്കുലർ സാധനത്തിന് ഒരു പേര് കൊടുത്ത് ആ പോളിസി നമുക്ക് സേവ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അങ്ങനെ കസ്റ്റമറായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് AWSൻ്റെ അക്കൗണ്ടിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെക്കുന്ന പോളിസീസിനെയാണ് നമ്മൾ കസ്റ്റമർ മാനേജ്ഡ് പോളിസീസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് മൾട്ടിപ്പിൾ പ്രിൻസിപ്പിൾസും മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസിനെല്ലാം നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഈ പറഞ്ഞിരിക്കുന്ന AWS മാനേജ്ഡ് പോളിസീസും നമുക്ക് മൾട്ടിപ്പിൾ സാധനങ്ങൾക്കൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തെന്ന് പറയുന്നത് ഇൻലൈൻ പോളിസീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോളിസിയും കൂടിയുണ്ട്. അതെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഐഡൻറ്റിറ്റിക്ക് വളരെ ടൈറ്റായിട്ട് കപ്പിൾ ചെയ്തിട്ട് ആ ഐഡൻറ്റിറ്റിക്ക് അകത്ത് തന്നെ എഴുതുന്ന ഒരു പോളിസീസിനെയാണ് ഇൻലൈൻ പോളിസീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എല്ലാ പോളിസീസും സെയിം ആണ്. എല്ലാ പോളിസീസിൻ്റെയും സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച അതേ സ്ട്രക്ചർ തന്നെയായിരിക്കും. എല്ലാത്തിൻ്റെ അകത്തും ഈ പറഞ്ഞിരിക്കുന്ന എഫക്റ്റ്, ആക്ഷൻ, റിസോഴ്സ്, പ്രിൻസിപ്പിൾ വരത്തില്ല. ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസി ആയതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ ഇത് ആര് ക്രിയേറ്റ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടൈപ്സ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഒരു റിയൽ ആയിട്ടിരിക്കുന്ന ഒരു പോളിസി AWSൻ്റെ അകത്ത് എഴുതാൻ നോക്കാം.
ഓക്കെ. അപ്പം നമ്മളുടെ നമ്മള് ചെയ്യേണ്ട പരിപാടി ഇതാണ്. അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾ ഇതാണ്. നമ്മളൊരു ഹാൻഡ്സ് ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മളുടെ ഗോൾ ഇതാണ്. നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റർ IAM യൂസർ നമ്മളുടെ അക്കൗണ്ടിലുണ്ട്. റിനീഷ് IAM എന്ന് പറയുന്ന ഒരു യൂസർ അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഉണ്ട്. നമ്മൾ IAM യൂസർ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മള് ഒരു പോളിസി പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത IAM യൂസറിന് കൊടുത്തിരിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എല്ലാ റിസോഴ്സുകളും ഈ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിലിരിക്കുന്ന എല്ലാ റിസോഴ്സുകളും എല്ലാ ആക്ഷൻസും ചെയ്യാൻ പെർമിഷനുള്ള ഒരു യൂസറിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ AWS മാനേജ്ഡ് പോളിസിക്കകത്തുണ്ട്. അതായത് അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഉള്ള ഒരു പോളിസി AWS തന്നെ നമുക്ക് അവരായിട്ട് തന്നെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്യാം. നമ്മൾ IAM യൂസർ ചെയ്ത സമയത്ത് നമ്മളത് ചെയ്തിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് റെനീഷ് IAM എന്ന് പറയുന്ന യൂസർക്ക് അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഉണ്ട്. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞിരിക്കുന്ന യൂസർക്ക് ഈ അക്കൗണ്ടിൽ എന്ത് കാര്യവും ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നമുക്ക് വേറൊരു യൂസറും കൂടിയുണ്ട്. വിവേക് എന്ന് പറയുന്ന ഒരു യൂസർ ഉണ്ട്. അപ്പം ഈ വിവേക് എന്ന് പറയുന്ന യൂസർക്കാണ് നമുക്ക് ഇവിടെ പെർമിഷൻ സെറ്റ് ചെയ്യേണ്ടത്. അതാണ് നമ്മളിവിടെ അച്ചീവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഹാൻഡ്സ് ഓൺ എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന റിനീഷ് എന്ന് പറയുന്ന യൂസർക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഉണ്ട്. വിവേക് എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ ഇതുവരെയായിട്ടും യാതൊരുവിധ പോളിസീസും അറ്റാച്ച് ചെയ്തിട്ടില്ല. യാതൊരുവിധ പോളിസീസും അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഈ പറഞ്ഞിരിക്കുന്ന AWS അക്കൗണ്ടിൽ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും അയാൾക്ക് ഡെനീഡ് ആയിരിക്കും. അതാണ് ബൈ ഡിഫോൾട്ട് യാതൊരുവിധ പെർമിഷൻസും ഈ AWS അക്കൗണ്ടിൻ്റെ അകത്ത് നമുക്കുണ്ടാവില്ല. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പെർമിഷൻ ഈ പറഞ്ഞിരിക്കുന്ന യൂസർക്ക് ഈ അക്കൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പോളിസി ക്രിയേറ്റ് ചെയ്ത് ആ പോളിസി ഈ യൂസർക്ക് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന യൂസർക്ക് എന്തെങ്കിലും ഒരു പെർമിഷൻ കിട്ടത്തുള്ളൂ. ബൈ ഡിഫോൾട്ട് എല്ലാം ഡെനീഡ് ആയിരിക്കും. ഒരു സാധനവും ഈ പറഞ്ഞിരിക്കുന്ന യൂസർക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഒരു S3 സർവീസിൻ്റെ അകത്ത് നമുക്കൊരു ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റിൻ്റെ ബക്കറ്റ് എന്ന് പറയുന്നത് വിൻഡോസിൻ്റെ അകത്ത് ഇരിക്കുന്ന ഫോൾഡർ പോലെയാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ LWR ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫയലുണ്ട്. ഫ്ലോ ഡയഗ്രാം development.png എന്നാണ്. വിവേക് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ അകത്തിരിക്കുന്ന ഒരു ഡെവലപ്പർ ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വിവേകിന് ഈ പറഞ്ഞിരിക്കുന്ന ഫയൽ ഒന്ന് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കൊടുക്കണം. റീഡ് ചെയ്യാനുള്ള പെർമിഷൻ മാത്രം. ഓക്കെ. അതാണ് നമ്മളുടെ ഗോൾ. അപ്പം നമ്മൾ ഒരു S3 പോളിസി എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ടാക്കിയിട്ട് ആ പോളിസി ആ പോളിസി ആർക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? വിവേകിന് സ്വയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? IAM എന്ന് പറയുന്നതും ഈ AWS അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന, അല്ലെങ്കിൽ പോളിസി ക്രിയേറ്റ് ചെയ്യുന്ന എന്ന് പറയുന്ന IAMൻ്റെ അകത്തിരിക്കുന്ന സാധനമാണല്ലേ. ആ സാധനവും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പെർമിഷൻ വേണം. വിവേകിന് യാതൊരുവിധ പെർമിഷനും ഇല്ല. അപ്പം വിവേകിന് ഈ പറഞ്ഞിരിക്കുന്ന പോളിസി ക്രിയേറ്റ് ചെയ്ത് സ്വയം അസൈൻ ചെയ്യാൻ യാതൊരുവിധ വഴിയുമില്ല. ഈ പറഞ്ഞിരിക്കുന്ന IAM എന്ന് പറയുന്ന പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പെർമിഷനുള്ള ആൾ ആ പോളിസി ക്രിയേറ്റ് ചെയ്ത് വിവേകിന് അസൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഈ പറഞ്ഞിരിക്കുന്ന ആക്സസ്, ഈ പറഞ്ഞിരിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാമെന്ന് പറയുന്ന ആക്സസ് വിവേകിന് കിട്ടുള്ളൂ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന റെനീഷ് IAM എന്ന് പറയുന്ന യൂസർക്ക് അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IAMൻ്റെ അകത്തിരിക്കുന്ന ഫുൾ പ്രിവിലേജും കിട്ടും. അപ്പോൾ അയാൾക്ക് പോളിസി ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ആ യൂസർ വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെയുള്ള ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ പോളിസി നമുക്ക് വിവേകിന് അസൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ. ഇതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വിവേകിന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന S3 സർവീസ് യൂസ് ചെയ്യാൻ വിവേകിന് പറ്റും. വിവേകിൻ്റെ ലോഗിന് കയറി കഴിഞ്ഞാൽ ഈ ഒരു അസൈനിങ്ങും കഴിഞ്ഞാൽ മാത്രമേ. അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നിങ്ങൾ ഈ റൂൾ ഒന്ന് ഓർത്തിരിക്കണേ. ബൈ ഡിഫോൾട്ട് എല്ലാം ഡെനീഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു പെർമിഷൻ വേണം. IAMൻ്റെ അകത്തിരിക്കുന്ന പെർമിഷൻ വേണം. എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കൊന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഹാൻഡ്സ് ഓൺ ഒന്നും ചെയ്ത് നോക്കാം അല്ലേ. ഒരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വിൻഡോസിൻ്റെ അകത്തേക്കാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൻ്റെ അകത്താണെങ്കിൽ ക്രോമിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ യൂസറിനെ മാത്രമേ ക്രോം അല്ലെങ്കിൽ AWS അലോ ചെയ്യത്തുള്ളൂ. അതായത് ക്രോമിൻ്റെ അകത്ത് നമ്മൾ
നമ്മളൊരു റെനീഷ് IAM ഇതിപ്പോൾ റെനീഷ് IAM എന്ന് പറയുന്ന യൂസറെ വെച്ചിട്ടാണ് ഞാനിവിടെ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു പുതിയ വിൻഡോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അവൻ ഓട്ടോമാറ്റിക്കലി ഈ റെനീഷ് IAM എന്ന് പറയുന്ന സാധനം വെച്ചിട്ടേ ചെയ്യത്തുള്ളൂ. പക്ഷേ നമുക്കിവിടെ ഇപ്പം ഹാൻഡ്സ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റെനീഷ് IAMനും വിവേക് IAM എന്ന് പറയുന്ന യൂസറും ഈ 2 യൂസേഴ്സിനെയും ഒരേ സമയത്ത് നമുക്ക് ലോഗിൻ ചെയ്ത് ഓപ്പറേഷൻസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന IAMൻ്റെ അകത്ത് അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഉള്ള, അതായത് പോളിസി എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന യൂസറിനെ നമ്മളൊരു നോർമൽ വിൻഡോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് വിവേക് എന്ന് പറയുന്ന യൂസറിനെ നമുക്ക് കൊഗ്നിറ്റോ എന്ന് പറയുന്ന ഒരു ഇൻകോഗ്നിറ്റോ, അതായത് പ്രൈവറ്റ് വിൻഡോ ഉണ്ടല്ലോ, ആ പ്രൈവറ്റ് വിൻഡോ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു ക്രോം വിൻഡോ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 ഇൻകോഗ്നിറ്റോ വിൻഡോ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ അല്ലേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് തന്നെ 2 യൂസേഴ്സിനെ ക്രോം യൂസ് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇതൊരു പാച്ച് അല്ലെങ്കിൽ ഒരു വർക്ക് അറൗണ്ട് പോലെയുള്ള കാര്യമാണ്. നിങ്ങൾക്ക് 2 യൂസേഴ്സിനെ ഒരേ സമയത്ത് നിങ്ങളുടെ മെഷീൻ്റെ അകത്ത് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഒരാളെ നോർമൽ ക്രോം വിൻഡോയിലും മറ്റാളെ ഇൻകോഗ്നിറ്റോ, അതായത് പ്രൈവറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ അകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടെണ്ണത്തും 2 ലോഗിൻ നമുക്ക് പറ്റും. ഇവിടെ നമുക്ക് റിനീഷ് IAM എന്ന് പറയുന്ന യൂസറും ഇവിടെ ഈ ബ്ലാക്കിൻ്റെ അകത്ത്, അതായത് കോഗ്നിറ്റോ വിൻഡോയ്ക്ക് അകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വിവേക് IAM എന്ന് പറയുന്ന യൂസറിനെയാണ് നമ്മൾ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനീഷ്യലി നോക്കുമ്പോൾ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും വിവേക് IAMൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ഡിനീഡ് എന്ന് പറയുന്ന കാര്യം കാണാൻ പറ്റും. അപ്പം നമുക്ക് IAM എന്ന് പറയുന്ന കാര്യമൊന്ന് എടുത്തിട്ട് ഈ വിവേകിന് കറൻ്റ്ലി ഉള്ള പോളിസീസ് എന്തൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പം നമ്മളുടെ അക്കൗണ്ടിൽ ഇരിക്കുന്ന IAM യൂസേഴ്സിനെ എല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലത എന്ന് പറയുന്ന IAM, റെനീഷ് എന്ന് പറയുന്ന IAM, വിവേക് എന്ന് പറയുന്ന IAM യൂസർ, 3 IAM യൂസേഴ്സ് ആണുള്ളത്. ഇതിൻ്റെ അകത്ത് റെനീഷ് എന്ന് പറയുന്ന യൂസർ വെച്ചിട്ടാണ് നമ്മളിപ്പം ഈ പറഞ്ഞിരിക്കുന്ന വിൻഡോയ്ക്കകത്ത് ലോഗിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വിവേക് എന്ന് പറയുന്ന IAM യൂസറെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കറൻ്റ്ലി ഇരിക്കുന്ന പെർമിഷൻസ് എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ എടുക്കുമ്പം പെർമിഷൻസ് ടാബുകളാണ്. പെർമിഷൻ എന്ന് പറയുന്ന ഒരു ടാബ് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ഒരു പോളിസിയും നിങ്ങൾക്ക് ഇപ്പം അസൈൻ ചെയ്തിട്ടില്ല. ഇവിടെ കണ്ടില്ലേ, നോ റിസോഴ്സസ്, അതായത് ഇവിടെ പോളിസീസ് വല്ലതും ക്രിയേറ്റ് ചെയ്തിട്ട് അസൈൻ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ കാണും. ഈ കറൻ്റ്ലി നമുക്ക് വിവേകിന്, ഈ പറഞ്ഞിരിക്കുന്ന വിവേക് എന്ന് പറയുന്ന യൂസർക്ക് യാതൊരുവിധ പോളിസിയും അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മൾ നേരത്തെ ARN എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചിരുന്നു അല്ലേ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന IAM എന്ന് പറയുന്നതും ഒരു സർവീസാണ്. ഈ പറഞ്ഞിരിക്കുന്ന AWSൻ്റെ അകത്തിരിക്കുന്ന സർവീസാണ്. ആ IAM എന്ന് പറയുന്ന സർവീസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന റിസോഴ്സാണ് എന്ത്, ഈ പറഞ്ഞിരിക്കുന്ന IAM യൂസേഴ്സും. അപ്പം എല്ലാ IAM യൂസേഴ്സിനും ഒരു ARN കാണും. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വിവേക് IAMൻ്റെ ARN ആണ് ഈ പറഞ്ഞിരിക്കുന്ന സാധനം. ഇങ്ങനൊരു ഫോർമാറ്റിലായിരിക്കും നോർമലി IAM യൂസേഴ്സ് വരുന്നത്. ARN, AWS, IAM സർവീസിൻ്റെ പേര്, അത് കഴിഞ്ഞിട്ട് ഇത് നമ്മളുടെ അക്കൗണ്ടിൻ്റെ നമ്പറാണ്, അത് കഴിഞ്ഞിട്ട് യൂസർ വിവേക് IAM എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോർമാറ്റിലായിരിക്കും IAM യൂസേഴ്സിൻ്റെ ഇത് വരുന്നത്, ARN വരുന്നത്. അപ്പം നമുക്ക് പെർമിഷൻ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, S3 എന്ന് പറയുന്ന സാധനം വിവേക് എന്ന് പറയുന്ന യൂസറിൽ എടുക്കാൻ നോക്കുകയാണ്. നിങ്ങൾക്ക് എളുപ്പം ഇതിവിടെ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണത്തില്ല കേട്ടോ. S3 ഞാൻ ഓൾറെഡി എടുത്തുകൊണ്ടാണ് റീസെൻ്റ്ലി വിസിറ്റഡിൽ S3 വന്നത്. ഇൻ കേസ് S3 വന്നിട്ടില്ലെങ്കിൽ സർവീസിൻ്റെ അവിടെ ഒരു സെർച്ച് ബോക്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് S3 അടിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് സർവീസസ് ഇവിടെ ഡിസ്പ്ലേ ആയി വരും. എന്നിട്ട് S3 എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് എടുത്ത് നോക്കുക. ഓക്കെ, അപ്പം നമ്മൾ S3 എന്ന് പറയുന്നതിൻ്റെ മെയിൻ കൺസോളിൽ എത്തിയിട്ടുണ്ട്. നമ്മളവിടെ S3 ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ S3യുടെ ഹോം പേജിലേക്ക് എത്തും. S3യുടെ ഹോം പേജിൻ്റെ അകത്ത് ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ബക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യം കാണാൻ പറ്റും. ആ ബക്കറ്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അവൈലബിൾ ആയിട്ടിരിക്കുന്ന എല്ലാ ബക്കറ്റുകളും ഡിസ്പ്ലേ ആയി വരും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിച്ചു, യു ഡോണ്ട് ഹാവ് പെർമിഷൻ ടു ലിസ്റ്റ് ദ ബക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വന്നു. അതായത് ഈ പറഞ്ഞിരിക്കുന്ന വിവേകിന് ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റ്സ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ട് ബക്കറ്റുകളൊന്നും കാണിക്കത്തില്ല എന്നാണ്. അതായത് AWS റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിവേകിന് ആ ബക്കറ്റ് കാണണം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സാധനം തന്നെ പറയുന്നുണ്ട്, S3 ലിസ്റ്റ് ഓൾ മൈ ബക്കറ്റ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ അലോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ബക്കറ്റ്സ് ലിസ്റ്റായി വരൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഒരു പോളിസി ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പെർമിഷൻ ഒന്ന് നമുക്ക് കൊടുക്കാൻ നോക്കാം. അപ്പോൾ പോളിസി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇത് നമ്മുടെ റെനീഷ് IAM എന്നാണ്, കൺഫ്യൂഷൻ ആവില്ല എന്ന് വിചാരിക്കുന്നു. ഈ ബ്ലാക്കിരിക്കുന്നത് നിങ്ങളുടെ വിവേക് IAM ലോഗിൻ ചെയ്ത വിൻഡോയും ഈ പറഞ്ഞിരിക്കുന്ന നോർമൽ ഇരിക്കുന്നത് നമ്മളുടെ ഒറിജിനൽ അഡ്മിനിസ്ട്രേറ്റർ ലോഗിൻ ചെയ്ത വിൻഡോയുമാണ്. അപ്പോൾ നമ്മൾ പോളിസീസ് എന്ന് പറയുന്ന കാര്യം എടുക്കുന്നു.
പോളിസീസിലാണ് നമുക്ക് IAM പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ IAM എന്ന് പറയുന്നതിൻ്റെ മെയിൻ വിൻഡോ ആണിത്. അതിൻ്റെ അകത്ത് പോളിസീസ് എന്ന് കാണും. പോളിസീസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പോളിസീസ് ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് വരും. ഇതെന്ന് പറയുന്നത് AWS മാനേജ്ഡ് പോളിസീസ് ആണ്. അതായത് AWS തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പോളിസീസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കിതൊന്ന് കുറച്ചൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ വിൻഡോ ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ റിനീഷ് IAM എന്ന് പറയുന്ന യൂസർ ലോഗിൻ ചെയ്യുന്ന സാധനം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ ഇതായി കഴിഞ്ഞാൽ AWS മാനേജ്ഡ് ആയിട്ടുള്ള എല്ലാ ടൈപ്പുകളും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന യൂസർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, അതായത് കസ്റ്റമർ മാനേജ്ഡ് ചെയ്തിരിക്കുന്ന പോളിസി ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ പോളിസി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ ഓപ്ഷൻ കൂടി വരും. ഓക്കെ, അപ്പം നമുക്കിവിടെ നമുക്കൊരു പുതിയൊരു കസ്റ്റമർ മാനേജ്ഡ് ആയിട്ടിരിക്കുന്ന പോളിസി ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് വിവേകിന് S3-ക്കകത്തിരിക്കുന്ന ബക്കറ്റ്സ് ലിസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് പോളിസി എന്ന് പറയുന്ന ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നമ്മൾ ക്രിയേറ്റ് പോളിസി എന്ന് പറയുന്ന കാര്യം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് 2 രീതിയിൽ നമുക്ക് പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് വിഷ്വൽ എന്ന് പറയുന്ന രീതിയിലും രണ്ടാമത് JSON എന്ന് പറയുന്ന രീതിയിലും. ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്ത് വരുന്നത് സെയിം ആയിരിക്കും. പക്ഷേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിഷ്വൽ എന്ന് പറയുന്ന സാധനം നമ്മൾ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ JSON എന്ന് പറയുന്ന സാധനം വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം വിഷ്വൽ എന്ന് JSON ആണ് ഇന്റേണലി ഇരിക്കുന്ന ഡോക്യുമെന്റ്. അപ്പം വിഷ്വൽ എന്ന് പറഞ്ഞ സാധനം ഇനീഷ്യലി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ ഇന്റേണലി ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ വിഷ്വൽ എന്ന് പറയുന്ന സാധനം നമുക്ക് ലേറ്റർ ഒന്ന് പഠിച്ചെടുക്കാം. അപ്പം ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പോളിസി. ഇതിൻ്റെ അകത്ത് വേർഷൻ എന്ന് പറയുന്ന ഇതാണ് നമ്മളുടെ ഔട്ടറിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് ആണ് ഔട്ടറിൽ ഇരിക്കുന്ന JSON ഒബ്ജക്റ്റ്. അതിൻ്റെ അകത്ത് വേർഷൻ എന്ന് പറയുന്ന ഒരു കീ വാല്യൂ പെയർ ഉണ്ട്. ഇതെല്ലാം ഇപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ തന്നെയായിരിക്കും. അതിനുശേഷം IAMൻ്റെ പോളിസി സ്ട്രക്ചറിലൊന്നും ചേഞ്ച് വന്നിട്ടില്ല. അപ്പം നിങ്ങൾ എപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇത് തന്നെയായിരിക്കും. ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലൊക്കെ ഒരു പോളിസി ചേഞ്ച് വരികയാണെങ്കിൽ മാത്രം ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ മാറത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ കറൻ്റ്ലി അങ്ങനെ ഒരു ചേഞ്ച് ഒന്നുമില്ല. നമുക്ക് എല്ലായ്പ്പോഴും പോളിസി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂ തന്നെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ആ ഒബ്ജക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു അറയാണ്. ഓക്കെ, അപ്പം ഈ അറേക്കകത്ത് ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ഒബ്ജക്റ്റുകളുണ്ട്. ഓരോരോ ഒബ്ജക്റ്റുകളും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരോ പോളിസീസ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ആദ്യത്തെ പോളിസിയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് SID എന്ന് പറയുന്ന കാര്യമാണ്. SID എന്ന് പറയുന്നത് ഓപ്ഷനിലാണ്. നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വരാം അല്ലേ? മൾട്ടിപ്പിൾ ഒബ്ജക്റ്റുകൾ, മൾട്ടിപ്പിൾ പോളിസീസ് നമുക്ക് ചിലപ്പം ഒരു പോളിസിക്കകത്ത് തന്നെ എഴുതേണ്ടി വരും. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വരും. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റൂൾസ് ആയിരിക്കും. നമ്മളിപ്പോൾ ഈ പോളിസിക്കകത്ത് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ റൂൾസ് എഴുതും. അത് എങ്ങനെ എഴുതുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ എഴുതുന്ന സമയത്ത് ഓരോരോ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റും എന്ത് റൂളാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഒരു പേര് അവിടെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അത് കൊടുത്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അത് ആവശ്യമുള്ള കാര്യമൊന്നുമില്ല. മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇനി ഈ 3 കാര്യങ്ങളും മാൻഡേറ്ററി ആണ്. ഏതൊരു പോളിസിക്കകത്തും മാൻഡേറ്ററി ആയിട്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എഫക്റ്റ്, ആക്ഷൻ, റിസോഴ്സ് എന്ന് പറയുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ പോളിസീസ് എടുത്തു, IAMൻ്റെ അകത്ത് പോയി പോളിസീസ് എടുത്തു, ക്രിയേറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസി ആയിരിക്കും. റിസോഴ്സ് ബേസ്ഡ് പോളിസി ക്രിയേറ്റ് ചെയ്യുന്ന വേറെ മെത്തേഡാണ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പോളിസികളെല്ലാം ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസി ആയിരിക്കും. അതിൻ്റെ അകത്ത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മൾ ചെയ്യാൻ പോകുന്നത് അലോ ചെയ്യാണ് അല്ലേ? നമുക്ക് വിവേക് എന്ന് പറയുന്ന യൂസറിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ പറഞ്ഞിരിക്കുന്ന പോളിസിയിൽ ലിസ്റ്റ് ഓൾ ബൈ ബക്കറ്റ് എന്ന് പറയുന്ന പെർമിഷൻ, അതായത് ബക്കറ്റ്സ് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആക്ഷനായിട്ട് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? ലിസ്റ്റ് ഓൾ ബക്കറ്റ്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് ആക്ഷനായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ആ പറഞ്ഞിരിക്കുന്ന ആക്ഷൻ പറഞ്ഞു കൊടുത്തു. നമ്മൾ നേരത്തെ ഇതായിരുന്ന സമയത്തും അവരെ കണ്ടിരുന്നല്ലോ അല്ലേ? നമ്മൾ പെർമിഷൻ ഡെനീഡ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഈ പെർമിഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലുതാക്കെ കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പെർമിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു S3-ക്കകത്ത് ബക്കറ്റ്സ് എല്ലാം ലിസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനാണ്. ലിസ്റ്റ് ഓൾ മൈ ബക്കറ്റ്സ് എന്ന് പറയുന്നത്. അത് S3 എന്ന് പറയുന്ന സർവീസ് ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്ന ഒരു ആക്ഷനാണ്. അപ്പം ഈ ആക്ഷൻ നമ്മൾ ഏത് റിസോഴ്സുകൾക്കാണ് ആപ്ലിക്കബിൾ ആവേണ്ടത് എന്നാണ് നമുക്കിനി പറയാൻ വേണ്ടത് അല്ലേ? നമുക്ക് വേണ്ടത്
S3-ക്കകത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആയിരിക്കണം. കാരണം S3-ക്കകത്താണ് ഡയറക്ട്‌ലി ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റുകളെല്ലാം ഇരിക്കുന്നത്. അപ്പം നമ്മൾ S3 എന്ന് പറയുന്ന സാധനം അതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ റിസോഴ്സുകൾക്കും, അതായത് എല്ലാ ബക്കറ്റുകളും കാണണം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ട് S3-ക്കകത്തിരിക്കുന്ന എല്ലാ ബക്കറ്റുകളും കാണണം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം ഇങ്ങനൊരു പോളിസി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ പോളിസി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് ക്രിയേറ്റ് ചെയ്ത് വിവേകിന് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിവേകിന് നമുക്ക് എല്ലാ ബക്കറ്റ്സും കാണാനുള്ള ഒരു പെർമിഷൻ കിട്ടും. ഓക്കെ, പെർമിഷൻ കൊടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ആദ്യം നമുക്ക് ഒരു പോളിസിക്ക് ഒരു പേര് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് സേവ് ആവും. കസ്റ്റമർ മാനേജ്ഡ് പോളിസീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ സേവ് ആവും. ആ പോളിസി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പോളിസിയുടെ നെയിം വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് യൂസേഴ്സിനെ വേണമെന്നുണ്ടെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ യുണീക്ക് ആയിട്ട് ഇരിക്കുന്ന ഒരു പേര് നമുക്ക് ഇവിടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ നമ്മളുടേതിന് S3_dev_ പോളിസി, അതായത് ഡെവലപ്മെന്റ് ടീമാണ് വിവേക് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. അങ്ങനെ ഇതൊന്നുമില്ല. ഡിസ്ക്രിപ്ഷൻ ഓപ്ഷനാണ്, കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ പോളിസി ക്രിയേറ്റ് ചെയ്യുക. വേറെ ഒന്നും കൊടുക്കണമെന്നില്ല. ഓക്കെയാണ്. നമുക്കിത് ഡിഫോൾട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത് അത് തന്നെ തൽക്കാലം പോകാവുന്നേ ഉള്ളൂ. പോളിസി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്രീനിലോട്ട് തന്നെ വരും. ഈ സ്ക്രീനിലോട്ട് തന്നെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓൾ ടൈപ്സിൻ്റെ അകത്ത് ഇപ്പോൾ കസ്റ്റമർ മാനേജ്ഡ് എന്ന് പറയുന്ന സാധനം കൂടി വന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമർ മാനേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പോളിസി കൂടി ക്രിയേറ്റ് ചെയ്തു. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ പോളിസി കാണാൻ പറ്റും. ഓക്കെ, ഈ പോളിസി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പോളിസിയാണ്. അതിൻ്റെ അകത്ത് പെർമിഷൻ എന്ന് പറയുന്ന സാധനം, JSON എന്ന് പറയുന്ന സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സാധനം കാണാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ പോളിസി, അതായത് dev_s3 പോളിസി എന്ന് പറയുന്ന സാധനം നമുക്ക് നമ്മളുടെ വിവേക് എന്ന് പറയുന്ന IAM യൂസറിന് അസൈൻ ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. എന്നാലല്ലേ വിവേകിന് നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന പെർമിഷൻ കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ ജസ്റ്റ് പോളിസി ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ വിവേക് എന്ന് പറയുന്ന യൂസറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആഡ് പെർമിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തും. അപ്പോൾ നമ്മൾ തൽക്കാലം ഗ്രൂപ്പും പെർമിഷനും ഒന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു പോളിസി അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ അവസാനം ഇരിക്കുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ്. ആ മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എളുപ്പത്തിൽ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമർ മാനേജ്ഡ് എന്ന് പറയുന്ന സാധനം ചൂസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നമ്മളുടെ പോളിസി അല്ലെ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പോളിസി ചൂസ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് അടിക്കുന്നു. ആഡ് പെർമിഷൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ അടിക്കുന്നു. ഇത് ചെയ്യുന്നതോടുകൂടി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പോളിസി വിവേകിന് അസൈൻ ചെയ്ത് കൊടുത്തു. അതായത് വിവേകിന് ആ ഒരു പെർമിഷൻ നമ്മൾ കൊടുത്തു. ഇത് നമ്മൾ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഉള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ്. അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഉള്ള ഒരു അക്കൗണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ IAMൻ്റെ അകത്ത് ഇന്ന പോളിസി എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പെർമിഷൻ ഉള്ള ഒരു യൂസർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓപ്പറേഷൻ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മളുടെ ഒറിജിനൽ വിവേകിൻ്റെ അക്കൗണ്ട് അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വിവേകിൻ്റെ അക്കൗണ്ട് കയറിയിരിക്കുന്ന ഈ വിൻഡോ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് അത് റിഫ്ലക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആ പോളിസി അപ്ലൈ ആയിട്ടുണ്ടോ? നേരത്തെ നമ്മൾ ലോഗിൻ ചെയ്യാൻ നോക്കിയ സമയത്ത് നിങ്ങൾ കണ്ടാണല്ലോ അല്ലേ, ആ പെർമിഷൻ ഡെനീഡ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നിരുന്നു. ഇപ്പം നമ്മൾ പോളിസി ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അത് വിവേകിന് അസൈൻ ചെയ്ത് കൊടുത്തു. ഇവിടെ കണ്ടോ, ഇപ്പം നമുക്ക് നമ്മളുടെ ബക്കറ്റുകളെല്ലാം ലിസ്റ്റായി വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേകിന് ആ ഒരു പെർമിഷൻ കിട്ടി. അതുകൊണ്ടാണ് ഇവിടെ അക്കൗണ്ടിൽ ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റ്സ് എല്ലാം ലിസ്റ്റ് ഔട്ടായി വന്നത്. 2 ബക്കറ്റുകളുണ്ട്. LWR ആക്ടിവിറ്റി എന്ന് പറയുന്ന ബക്കറ്റും LWR ടെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ബക്കറ്റും ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വിവേകിനെ ആക്സസ് ചെയ്യേണ്ടത് എന്താണ്? LDR ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്ന ഫയലാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വിവേകിനെ ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം. അപ്പം നമ്മൾ ആ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ബക്കറ്റ് ക്ലിക്ക് ചെയ്തു. ഈ ബക്കറ്റിൻ്റെ അകത്ത് ടോട്ടൽ ബക്കറ്റ്സുകൾ, അതിൻ്റെ അകത്തിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ പോയി. സ്റ്റിൽ നമുക്ക് പറ്റത്തില്ല. അതായത് ഓരോരോ കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന S3-ക്കകത്ത് ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങളും നമ്മൾ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ചെയ്തത് ലിസ്റ്റ് മൈ ബക്കറ്റ്സ് എന്ന് പറയുന്ന ഒരൊറ്റ പെർമിഷൻ മാത്രമേ നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അത് കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, S3-ക്കകത്ത് ഒരു പർട്ടിക്കുലർ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന കണ്ടൻസ് ഡിസ്പ്ലേ ആവണമെന്നുണ്ടെങ്കിൽ S3 ലിസ്റ്റ് ബക്കറ്റ് എന്നൊരു പെർമിഷൻ വേണം. ആ പെർമിഷൻ നിങ്ങൾക്കില്ല, അതുകൊണ്ട് അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ആ പെർമിഷൻ കൂടി ഒന്ന് നമുക്ക് വിവേകിൻ്റെ ഈ പോളിസിക്കകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ. അപ്പൊ നമുക്ക് ആ പെർമിഷൻ കൂടി നമുക്കൊന്ന് വിവേകിന്റെ IAM യൂസറുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോളിസിക്കകത്തേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്യാൻ നോക്കാം. അല്ലെ? S3 ഡെവ് പോളിസി ആണല്ലോ നമ്മള് വിവേകിന് അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന എഡിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കൊന്ന് പോളിസി ഒന്ന് എഡിറ്റ് ചെയ്യണം. ഓക്കെ. പോളിസിക്കകത്തേക്ക് നമുക്ക് ചെയ്യാൻ പോകുന്നത് S3 ലിസ്റ്റ് ബക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു പെർമിഷൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ചെയ്യുന്നത്. തൽക്കാലത്തേക്ക് നമുക്ക് ഈ വിൻഡോ ഒന്ന് വലുതാക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മളൊരു ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്കുണ്ട് അല്ലേ? ഈ പറഞ്ഞിരിക്കുന്ന പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് ബക്കറ്റ് എന്ന് പറയുന്ന പെർമിഷൻ കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന റിസോഴ്സും വ്യത്യാസമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് S3ക്കകത്തിരിക്കുന്ന എല്ലാ ബക്കറ്റ്സും ആയിരുന്നു നമുക്ക് ഇതാക്കേണ്ടത്. അപ്പോൾ റിസോഴ്സ് എന്ന് പറയുന്നത് S3ക്കകത്തിരിക്കുന്ന എല്ലാം ആയിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ പർട്ടിക്കുലർ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന കണ്ടൻസ് മാത്രം ലിസ്റ്റ് ചെയ്യാനുള്ള പെർമിഷനാണ്. വേറെ ഏതെങ്കിലും ഒരു ബക്കറ്റ് അവിടെ ഉണ്ടെങ്കിൽ ആ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന ഫയൽസ് ലിസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഒന്നും വേണ്ട. നമുക്ക് ആകെ വേണ്ടത് വിവേകിന് ഈ പറഞ്ഞിരിക്കുന്ന LWR ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങൾ മാത്രം മതി. അപ്പം നമ്മൾ റിസോഴ്സ് ആയിട്ട് ആ പർട്ടിക്കുലർ ബക്കറ്റ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി അല്ലേ? അപ്പം നമ്മൾ അത് മാത്രമാണ് ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ബക്കറ്റിൻ്റെ നെയിം മാത്രമാണ്. നമ്മൾ ഇതേപോലെ വൈൽഡ് കാർഡോ അല്ലെങ്കിൽ S3കകത്തിരിക്കുന്ന എല്ലാം ഒന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ വളരെ റെസ്ട്രിക്റ്റീവ് ആയിട്ട്, വളരെ ലീസ്റ്റ് പ്രിവിലേജ് ആയിട്ട് ആ പറഞ്ഞിരിക്കുന്ന സാധനം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മളത് ആഡ് ചെയ്ത് കൊടുത്തു. അലോ ആണ് കൊടുത്തിരിക്കുന്നത്, ലിസ്റ്റ് ബക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ ബക്കറ്റ് മാത്രമേ നമ്മൾ റിസോഴ്സ് ആയിട്ട് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ റിസോഴ്സിന് ലിസ്റ്റ് ബക്കറ്റ് എന്ന് പറയുന്ന പെർമിഷൻ അലൗഡ് ആയിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യം കൂടി വരും. നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിവിടെ സേവ് ചേഞ്ചസ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ആ പെർമിഷൻ കൂടി ഈ പോളിസിക്കകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പോളിസി ഓൾറെഡി വിവേകിന് അസൈൻഡ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ പോളിസിക്കകത്ത് എന്ത് ചേഞ്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും വിവേകിന് ഓൾറെഡി അസൈൻഡ് ആയതുകൊണ്ട് വിവേക് എന്ന് പറയുന്ന യൂസറിന് അത് പെർമിഷൻ പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്കിത് ഒന്നും കൂടെ ഇവിടെ ആക്കി, ഇത് നമ്മളുടെ വിവേകിൻ്റെ യൂസറാണ് അല്ലേ? അപ്പോൾ നമുക്ക് വിവേകിൻ്റെ യൂസറിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റിഫ്രഷ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഒരു എറർ അടിച്ച് നിന്നിരുന്നല്ലോ അല്ലേ? ഇപ്പം നമുക്ക് എറർ ഒന്നുമില്ല. ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ സൗകര്യത്തിനൊന്ന് നമ്മൾ ആ വിൻഡോ ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. വിവേകിൻ്റെ യൂസറാണിത്. അപ്പം നേരത്തെ നമുക്ക് എറർ അടിച്ചിരുന്നു അല്ലേ? ആ പറഞ്ഞിരിക്കുന്ന ഫോൾഡറിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ കാണാനുള്ള പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എറർ അടിച്ചിരുന്നു. ഇപ്പം നമ്മൾ റിഫ്രഷ് ചെയ്ത് പെർമിഷൻ പോളിസി കൊടുത്തു റിഫ്രഷ് ചെയ്ത സമയത്ത് നമുക്ക് ആ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഫയൽസും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം ഇത്രത്തോളം ഫയൽസ് അതിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം? ഈ ഫ്ലോ ഡയഗ്രാം development.png എന്ന് പറയുന്ന ഫയൽ വിവേകിന് ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫയൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. വിവേകിനെ ഒന്ന് ആക്സസ് ചെയ്ത് കാണുക എന്നുള്ളതാണ് വിവേകിന് വേണ്ട പെർമിഷൻ. അപ്പം നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ഫയലിലോട്ട് പോകുന്നു. ആ ഫയലിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, ആ ഫയലിനും നമുക്കൊരു ARN ഉണ്ട്. കാരണം ആ ഫയലും ഒരു ആമസോൺ AWS റിസോഴ്സ് ആണ്. ഏതൊരു AWS റിസോഴ്സിനും ഒരു ARN ഉണ്ടാവും, ഒരു യുണീക്ക് ആയിട്ടുള്ള ARN ഉണ്ടാവും. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഫയലിനും ഒരു യുണീക്ക് ആയിട്ടുള്ള ARN ഉണ്ട്. നിങ്ങൾ എവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ പറഞ്ഞിരിക്കുന്ന ഏതൊരു റിസോഴ്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇങ്ങനൊരു ARN കാണാൻ പറ്റും. ഈ ARN യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പോളിസിക്കകത്ത് ഈ പർട്ടിക്കുലർ സാധനത്തിൻ്റെ അകത്ത്, ഈ ഫയലിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ റിസോഴ്സിൻ്റെ അകത്ത്, ഈ ഒബ്ജക്റ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ARN ആയിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം നമുക്കിവിടെ ചെയ്യേണ്ടത് ഓപ്പൺ എന്ന് പറയുന്ന സാധനമാണ് അല്ലേ? അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കാം. അപ്പം ഓപ്പൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെയുണ്ട്. അത് ചെയ്തിട്ട് ഓപ്പൺ തന്നു. അപ്പം എന്ത് ചെയ്തു? അത് ഓപ്പൺ ആവുന്നതിന് പകരം നമുക്ക് ആക്സസ് ഡെനീഡ് എന്ന് പറയുന്ന ഒരു എറർ മെസ്സേജാണ് എടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേകിന് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഫയൽസ് ലിസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുന്ന ഏതൊരു ഫയലും റീഡ് ചെയ്യാനുള്ള പെർമിഷൻ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ കൂടി ഒന്ന് നമുക്ക് കൊടുത്തു നോക്കാം. അപ്പം നമുക്ക് ആ പെർമിഷൻ ഒന്ന് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ഉള്ളതുപോലെ തന്നെ വരുന്നു. ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ രണ്ട് യൂസേഴ്സ് നമുക്ക് വേണ്ടത് കൊണ്ട് നമുക്ക് 2 വിൻഡോയിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്വിച്ച് ചെയ്ത് പോകുന്നുണ്ട്. അത് കൺഫ്യൂഷൻ ആവുന്നില്ല എന്ന് വിചാരിക്കുന്നു. എളുപ്പത്തിൽ നോക്കാനുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന വിവേക് എന്ന് പറയുന്നത് ലോഗിൻ ചെയ്തിരിക്കുന്നത് ഒരു ബ്ലാക്ക്
ടൈറ്റിൽ ബാറിലാണ് നമ്മളുടെ റെനീഷ് IAM എന്ന് പറയുന്ന നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ഇരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നോർമൽ ക്രോമിൻ്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യേണ്ടി വരുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ റീസൺ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലേ. വിവേകിന് IAM പെർമിഷൻ ഇല്ല, അതുകൊണ്ട് ഏതെങ്കിലും ഒരു പോളിസി അഡീഷൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വിവേകിന് സ്വയം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ പെർമിഷൻ കൊടുക്കുന്നതിൽ യാതൊരുവിധ കാര്യമില്ലല്ലേ. അപ്പം ആകെ ചെയ്യാൻ പറ്റുന്നത് പോളിസി ആഡ് ചെയ്യാനുള്ള പെർമിഷൻ ഈ പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രമേ ഉള്ളൂ. നോർമലി ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും അത് അങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഒരു അഡ്മിൻ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ പോലുള്ള ആളുണ്ടാവും, ഒരു മാനേജർ പൊസിഷനിൽ ഇരിക്കുന്ന ആളുണ്ടാവും. അയാളായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന അയാളുടെ ടീമിലിരിക്കുന്ന ആളുകൾക്ക് ആവശ്യാനുസരണം ഏതൊക്കെ ഫയല് ഏതൊക്കെ റിസോഴ്സസ് ആക്സസ് ചെയ്യണം അതിനനുസരിച്ചിട്ട് ഇങ്ങനെ പോളിസി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മളിപ്പം റെനീഷ് IAM എന്ന് പറയുന്ന ഈ യൂസറാണ് അഡ്മിൻ റോളിലിരിക്കുന്നത്. അയാളാണ് ഇങ്ങനെ പോളിസി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് ആ ഫയലിന് റീഡ് പെർമിഷൻ വേണം. അതായത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു അല്ലേ, വിൻഡോസിൻ്റെ അകത്തേക്കാണെങ്കിൽ ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടി റീഡ് ഫയൽ എന്ന് പറയുന്ന പെർമിഷൻ കൊടുത്തു. അതേപോലെ S3-ക്കകത്ത് നമുക്ക് ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു പെർമിഷൻ ആയിരുന്നു. അപ്പോൾ നമുക്കൊന്നും കൂടി ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പോളിസി ഒന്ന് എഡിറ്റ് ചെയ്യാം. ഞാൻ ആ വിൻഡോ ഒന്ന് വലുതാക്കിയിട്ടുണ്ട് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ പെർമിഷൻ കൂടി നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ആ പെർമിഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റും കൂടി ഒന്ന് ആഡ് ചെയ്ത് വെക്കാം. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റും കൂടി ആഡ് ചെയ്യാൻ പോവാണേ. ഞാനിപ്പോൾ പുതിയ സ്റ്റേറ്റ്മെൻറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മളുടെ പുതിയ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമ്മൾ ഓൾറെഡി ബക്കറ്റ്സ് ലിസ്റ്റ് ചെയ്യാനുള്ളത് ആ പർട്ടിക്കുലർ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന കണ്ടൻസ് ലിസ്റ്റ് ചെയ്യാനുള്ളത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന റിസോഴ്സിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഫയൽസും, അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ വലുതാക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന ഫോൾഡറിൻ്റെ അകത്താണല്ലോ നമ്മളുടെ ഫയൽ ഇരിക്കുന്നത് അല്ലേ. അപ്പം ആ ഫോൾഡറിൻ്റെ അകത്തിരിക്കുന്ന ഇവിടെ ഒരു / കൊടുത്തു, എന്നിട്ട് നമ്മളൊരു സ്റ്റാർ കൊടുത്തു. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ റിസോഴ്സസിലേക്കുമായിരിക്കും ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് നമ്മൾ പറയാൻ പോകുന്ന പോളിസി അപ്ലൈ ആവാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ അതിൻ്റെ അകത്താണ് നമ്മളുടെ ആ ഫയൽ ഇരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയലിന് പെർമിഷൻ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ആക്ഷനാണ് കൊടുത്തത്, നമുക്ക് റീഡ് ചെയ്യാണ് വേണ്ടത്. ആ പർട്ടിക്കുലർ ഫയൽ റീഡ് ചെയ്യുക അല്ലെങ്കിൽ കാണുകയാണ് വേണ്ടത്. അതിനുള്ള S3-ക്കകത്തിരിക്കുന്ന പെർമിഷനാണ് ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് S3-ക്കകത്തിരിക്കുന്ന ഈ സാധനം കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഇപ്പോൾ വരാം. പക്ഷെ അത് ഇഗ്നോർ ചെയ്തോളൂ, അത് പ്രോബ്ലം ഇല്ല. കാരണം നമ്മൾ S3 എന്ന് പറയുന്ന സർവീസ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തിരിക്കുന്ന ആക്ഷൻസും അതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന കൊടുക്കേണ്ട പേരുകളെല്ലാം വളരെ കൃത്യമായിട്ട് പഠിക്കും. അതായത് ഓരോരോ സർവീസിൻ്റെ കേസിലും നമ്മൾ പഠിക്കും. ഇപ്പം ഞാൻ ഓരോരോ ആക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് എന്താണ് വേണ്ടത്, അതിൻ്റെ ആക്ഷൻ എന്താണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ പറയുന്നതായാലും നിങ്ങൾക്കത് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് വലിയ വറീഡ് ആവേണ്ട. നമ്മൾ S3 പഠിക്കുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും. ഇപ്പോൾ ഗെറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റീഡ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ്. അത് നമ്മൾ അലോ ആയി കൊടുത്തു. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൂടി നമ്മളുടെ ഈ പോളിസിക്കകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഫോൾഡറിൻ്റെ അകത്ത് ഈ ബക്കറ്റിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഫയൽസും റീഡ് ചെയ്യാനുള്ള അലോഡ് ആയിട്ടുള്ള പെർമിഷൻ കൂടിയായി. ഇനി നമുക്ക് സേവ് ചെയ്തിട്ട് നമുക്കൊരു വട്ടം കൂടി ഒന്ന് വിവേകിൻ്റെത് എടുത്തു നോക്കാം അല്ലേ. നെക്സ്റ്റ് അടിച്ചു ഞാൻ അവിടെ നിന്ന്, എന്നിട്ട് സേവ് ചേഞ്ചസ് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ പോളിസിക്കകത്ത് എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് വിവേകിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ വരാം. നേരത്തെ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയിരുന്നില്ല. നമ്മളിപ്പം പെർമിഷൻ കൊടുത്തു. ഒരു വട്ടം കൂടി നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാൻ ഈ വിൻഡോ ഒന്ന് വലുതാക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഓപ്പൺ എന്ന് പറയും, അതായത് ഈ പർട്ടിക്കുലർ ഫയൽ നമ്മൾ ചൂസ് ചെയ്തു. ആ പർട്ടിക്കുലർ ഫയലിൻ്റെ വിൻഡോയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ അടിച്ചു. കണ്ടോ, ഇതാണ് ആ ഫയൽ ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് പെർമിഷൻ കൊടുത്തതോടുകൂടി, റീഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയോടുകൂടി ആ ഫയൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റി. അപ്പം ഈ ഫയൽ ഇപ്പം വിവേകിന് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. ഇങ്ങനെ ആയിരിക്കണം നമുക്ക് ഓരോരോ AWSൻ്റെ അകത്തിരിക്കുന്ന ഓരോരോ റിസോഴ്സിനും ഇങ്ങനെ നമ്മൾ അലോഡും ഡെനീഡും കൊടുത്തിട്ടായിരിക്കണം ഓരോരോ റിസോഴ്സിൻ്റെ ആക്സസും ഓരോരോ പർട്ടിക്കുലർ ഐഡൻറ്റിറ്റിക്കും, അതായത് യൂസറോ റോളോ അല്ലെങ്കിൽ
ഗ്രൂപ്പോ ഒക്കെ പോലെയുള്ള സാധനങ്ങൾക്ക് നമ്മൾ പോളിസി വെച്ചിട്ട് കൺട്രോൾ ചെയ്യേണ്ടത്. ഇങ്ങനെ എഴുതിയായിരിക്കണം നമ്മൾ പോവേണ്ടത്. അത് എഴുതുന്നതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. പക്ഷേ അത് അതിൻ്റെ അകത്തിരിക്കുന്ന കണ്ടൻസ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ വളരെ കോംപ്ലക്സ് ആയിട്ട് മാറും. ആ കോംപ്ലക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പതിയെ ഓരോരോ സർവീസസ് ഒക്കെ പഠിച്ച് പോകുന്നതിനനുസരിച്ചിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് പോളിസി എഴുതുന്ന ഒരു ബേസിക് ഫോം അല്ലെങ്കിൽ ഒരു ബേസിക് വേ എന്നൊക്കെ പറയുന്നത് ഇതാണ്. അത് ആ ഒരു ബേസിക് വേ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മളുടെ പഴയ PPTയിലോട്ട് തന്നെ വരാം. അപ്പോൾ നമ്മൾ ഈ സാധനം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫയൽ റീഡ് ചെയ്യാനുള്ള പെർമിഷൻ വിവേക് IAM എന്ന് പറയുന്ന IAM യൂസർക്ക് കൊടുത്തു. നമ്മൾ ആ ഫയൽ പ്രോപ്പറായിട്ട് കണ്ടു. ഓക്കെ. ഇനി നമ്മൾ ചെയ്ത കാര്യം നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം. കാരണം പോളിസി എന്ന് പറയുന്നത് ചിലപ്പം ഇനീഷ്യലി കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇനീഷ്യലി നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നതും ഓക്കെയാണ്. അഥവാ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഒന്നും കൂടി ഒന്ന് അതൊന്ന് റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോസ്റ്റ്മോർട്ടം പോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പം നമ്മൾ പോളിസി എഴുതുന്നതിൻ്റെ ഓരോരോ സ്റ്റെപ്പുകളാണ് ഞാനിവിടെ ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. വേർഷൻ എന്ന് പറയുന്ന സാധനം ഒബ്ജക്റ്റ് ഒരു ടോപ്പിലിരിക്കുന്ന ഒരു JSON ഒബ്ജക്റ്റ് എഴുതി. അതിൻ്റെ അകത്ത് നമ്മൾ വേർഷൻ എന്ന് പറയുന്ന ഒരു കീ എഴുതി. അതിൻ്റെ അകത്തിരിക്കുന്ന വാല്യൂ ഓൾവേസ് സെയിം ആയിരിക്കും. ഈ 2012, 10, 17 എന്ന് പറയുന്ന വാല്യൂ ഓൾവേസ് സെയിം ആയിരിക്കും. ഇപ്പം അത് എപ്പോഴെങ്കിലൊക്കെ AWS മാറ്റുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യേണ്ടി വരുള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോൾ എഴുതുന്ന എല്ലാം സെയിം ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കീ എഴുതി. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു അറയാണ്. അതെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു അറയാണ്. നമ്മൾ കഴിഞ്ഞ പോളിസിക്കകത്ത് നമ്മൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എഴുതിയത്. 3 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അറയാണല്ലോ അല്ലേ? അപ്പം ഓരോരോ സ്റ്റേറ്റ്മെൻറ്റും ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് അറയ്ക്കകത്തിരിക്കുന്ന ഓരോരോ ഒബ്ജക്റ്റുകളായിട്ടായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് അല്ലേ? SID എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ID ആണ്. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലും ഓക്കെയാണ്. പക്ഷേ അത് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അലോ ചെയ്യണം. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമ്മൾ ഇതാക്കിയത് എന്തായിരുന്നു? കൺസോളിൻ്റെ അകത്ത് എല്ലാ ബക്കറ്റ്സും ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ വിവേകിന് കൊടുക്കണമായിരുന്നു. അതായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ചെയ്ത്. അപ്പോൾ നമ്മളുടെ എഫക്റ്റ് എന്ന് പറയുന്നത് അലോ ആണ്. നമ്മൾ എഴുതാൻ പോകുന്ന പോളിസി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആക്ഷൻ ഒരു പർട്ടിക്കുലർ റിസോഴ്സിൻ്റെ അകത്ത് അലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അലോ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. ഇവിടെ ഡെനിയാണ് ചെയ്യുന്നതെങ്കിൽ ഡെനി എന്ന് പറയുന്ന വാല്യൂ ആണ്. ഏതെങ്കിലും ഒരു സാധനം ഏതെങ്കിലും ഒരു യൂസർക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിസോഴ്സിൻ്റെ അകത്ത് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യണം, ആക്ഷൻ റെസ്ട്രിക്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് ഡെനി എന്ന് പറയുന്ന വാക്കായിരിക്കണം ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് അലോ ചെയ്തതുകൊണ്ട് അലോ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ഷൻ പറഞ്ഞു കൊടുത്തു. നമ്മളുടെ ആക്ഷൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ബക്കറ്റ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസോഴ്സ് S3ക്ക് അകത്തിരിക്കുന്ന എല്ലാം അതിനുവേണ്ടി നമ്മൾ സ്റ്റാർ എന്ന് പറയുന്ന കാര്യം കൊടുത്തു. അപ്പം നമ്മൾ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളുടെ പോളിസിക്ക് അസൈൻ ചെയ്തു. ആ പോളിസി വിവേകിന് അസൈൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വിവേകിന് എന്ത് കിട്ടി? ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. ലിസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഴുതിയത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. ഇവിടെ ഇതാ ഈ പറഞ്ഞിരിക്കുന്ന JSONൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് കോമയിട്ടിട്ടായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടത്. അറയ്ക്കകത്തിരിക്കുന്ന ഫസ്റ്റത്തെ ഒബ്ജക്റ്റ് ഇത്, കോമ രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഇത്, അങ്ങനെ എത്ര ഒബ്ജക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിലും എത്ര റൂൾസുകളെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ എഴുതി പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്താണ് പറഞ്ഞത്? ഈ പറഞ്ഞിരിക്കുന്ന LWR ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ബക്കറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിവേകിന് അതിൻ്റെ അകത്തിരിക്കുന്ന കണ്ടൻസ് കാണണമായിരുന്നു. അതായിരുന്നു നമ്മളുടെ അടുത്തത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അലോ കൊടുത്തു. S3 ലിസ്റ്റ് ബക്കറ്റ് എന്ന് പറയുന്ന ആക്ഷൻ ചെയ്യാനുള്ള പെർമിഷനാണ് നമ്മൾ അലോ ആക്കി കൊടുത്തത്. അത് എന്തിലാണ് ചെയ്യേണ്ടത്? ഈ പർട്ടിക്കുലർ ഫോൾഡറിൽ മാത്രം നമുക്ക് ചെയ്താൽ മതി. അതിൻ്റെ അടിയിൽ വേറൊരു ഫോൾഡർ ഉണ്ട്, LWR ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അതിൽ വിവേകിന് പെർമിഷൻ വേണ്ട. അതുകൊണ്ട് നമ്മൾ S3ക്ക് അകത്തിരിക്കുന്ന എല്ലാം അല്ല കൊടുത്തിരിക്കുന്നത്. പകരം ഈ LWR ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ബക്കറ്റ് അതിൻ്റെ ARN ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ARN കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണോ നമ്മൾ പറയുന്നത് ആ പർട്ടിക്കുലർ ബക്കറ്റിൽ മാത്രമേ അത് അപ്ലൈ ആവുള്ളൂ. ഓക്കെ. അപ്പോൾ ലിസ്റ്റ് ബക്കറ്റ് എന്ന് പറയുന്ന സാധനം ഈ പറഞ്ഞിരിക്കുന്ന ARN ഇരിക്കുന്ന ബക്കറ്റിൽ മാത്രമേ അപ്ലൈ ആവുള്ളൂ. ഓക്കെ. ഇതിവിടെ ചെറിയൊരു ടൈപ്പ് ഉണ്ട്. ഈ ബക്കറ്റ് എൻ്റെ S3 അല്ല, ഈ ബക്കറ്റിൽ മാത്രമാണ് ഇരിക്കുന്നത്.
ഓക്കെ. അതും കൂടി കൊടുത്തോടുകൂടി എന്ത് സംഭവിച്ചു? നമ്മൾ ഈ ബക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബക്കറ്റിലേക്ക് പോയി അല്ലേ? ബക്കറ്റിൽ ഇരിക്കുന്ന കണ്ടന്റ് ആയിരിക്കണം നമുക്ക് ഡിസ്പ്ലേ ആവേണ്ടത്. ബക്കറ്റിൽ ഇരിക്കുന്ന കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തോടുകൂടി നമുക്ക് ആ ബക്കറ്റിൽ ഇരിക്കുന്ന ഫയൽസ് കാണാൻ പറ്റി. ഓക്കെ. ഇനിയിപ്പോൾ ആ ബക്കറ്റിൽ ഇരിക്കുന്ന ഫയൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു സ്റ്റേറ്റ്മെന്റും കൂടി ആഡ് ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്ത പെർമിഷൻ എന്താണ്? ഗെറ്റ് ഒബ്ജക്റ്റ്, അതായത് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ. അതിൽ കൊടുത്ത റിസോഴ്സ് എന്ന് പറയുന്നത് LWR ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്. ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റ്, അതിൻ്റെ അകത്തിരിക്കുന്ന സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ കണ്ടന്റ്സും റീഡ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് നമ്മൾ കൊടുത്തത്. അതും കൂടി കൊടുത്തോടുകൂടി നമുക്ക് എന്ത് ചെയ്തു? ഈ പർട്ടിക്കുലർ ഫയൽ റീഡ് ചെയ്യാൻ പറ്റി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് എഴുതി വന്ന് ഈ പറഞ്ഞിരിക്കുന്ന വിവേകിന് ഈ ഫയൽ കാണാൻ, റീഡ് ചെയ്യാൻ, ഗെറ്റ് ചെയ്യാൻ ഉള്ള പെർമിഷൻ കൊടുക്കുന്ന വിധത്തിൽ വരെ എത്തിയത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു റിസോഴ്സ് ബേസ്ഡ് പോളിസി എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം. ബേസിക്കലി റിസോഴ്സ് ബേസ്ഡ് പോളിസി എന്ന് പറയുന്നതിൽ ഒരേ ഒരു ഡിഫറൻസ് മാത്രമേ വരുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന SID ഓപ്ഷനിലാണ്, ഹിന്ദിയിലും ഓപ്ഷനിലാണ്, വേർഷനൊക്കെ സെയിം ആയിരിക്കും. ഒരേ ഒരു കാര്യം വരുന്നത് പ്രിൻസിപ്പൾ എന്ന് പറയുന്ന സാധനം കൂടി വേണം. അപ്പം നമ്മൾ നേരത്തെ വിവേക് IAM നമ്മൾ കൺസോൾ എടുത്ത സമയത്ത് അതിൻ്റെ അകത്തൊരു ARN കണ്ടിരുന്നല്ലോ അല്ലേ? ഈ വിവേക് IAM എന്ന് പറയുന്നത് IAM എന്ന് പറയുന്ന സർവീസിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരു റിസോഴ്സാണ്. AWSൻ്റെ അകത്തിരിക്കുന്ന ഏത് റിസോഴ്സിനും ഒരു ARN ഉണ്ടാവും. അതായത് യൂസേഴ്സിനായാലും ARN ഉണ്ടാവും, റോൾസിനായാലും ARN ഉണ്ടാവും, അങ്ങനെ ഇരിക്കുന്ന എന്തിനും ARN ഉണ്ടാവും. അപ്പം നമ്മളിവിടെ കൊടുക്കേണ്ടത് ഒരു ഐഡൻറ്റിറ്റിയാണ്. ആ ഐഡൻറ്റിറ്റിയുടെ ARN ആയിരിക്കണം എടുത്തുകൊണ്ട് വരേണ്ടത്. അതായിരിക്കണം പ്രിൻസിപ്പളായിട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പർട്ടിക്കുലർ റിസോഴ്സിന് ഈ പർട്ടിക്കുലർ പ്രിൻസിപ്പൾ, അതായത് വിവേക് IAMനുള്ള പെർമിഷൻ കൊടുത്തു. അപ്പോൾ റിസോഴ്സ് ബേസ്ഡ് പോളിസി എങ്ങനെ എഴുതാമെന്നുള്ളത്, അല്ലെങ്കിൽ കൺസോളിൻ്റെ അകത്ത് എങ്ങനെ എഴുതാമെന്നുള്ളത് നമുക്ക് S3 പഠിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാവുന്നേ ഉള്ളൂ. ഒരു ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസി എഴുതുന്നത് പോലെയല്ല റിസോഴ്സ് ബേസ്ഡ് പോളിസി. ആ റിസോഴ്സിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അത് പ്രത്യേകിച്ച് നമുക്ക് സേവ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ റിസോഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കുന്നത്. അത് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. സർവീസ് പഠിക്കുമ്പോൾ റിസോഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നത് നോക്കാം. ഇപ്പോൾ ആ ഡിഫറൻസ് എന്ന് പറയുന്നത്, പ്രിൻസിപ്പൾ എന്ന് പറയുന്ന സാധനം അഡീഷണൽ ആയിട്ട് വരും പോളിസിയുടെ സ്ട്രക്ചർ നോക്കുമ്പോൾ. ഇത് റിസോഴ്സ് ബേസ്ഡ് പോളിസിയിൽ പ്രിൻസിപ്പൾ വരും. നമ്മളെ ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസിക്കകത്ത് നമുക്ക് പ്രിൻസിപ്പൾ വരത്തില്ല. പ്രിൻസിപ്പൾ ഇംപ്ലിസിറ്റ് ആയിട്ട് അസൈൻ ആയിട്ട് പോയിക്കോളും. ഓക്കെ. ഇനി നമുക്ക് ഒരു കുഞ്ഞു കാര്യം കൂടി നോക്കാം. നമ്മൾ ആക്ഷൻ്റെ അകത്ത് നമ്മൾ ഓരോരോ ആക്ഷൻ്റെയും പേര് പറഞ്ഞു കൊടുത്തിരുന്നല്ലോ അല്ലേ? ആ പേര് നമുക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതികളിൽ പറഞ്ഞു കൊടുക്കാം. ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ആക്ഷൻ്റെ പേര് കൊടുക്കാം. പുട്ട് ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ആയിട്ടിരിക്കുന്ന പേര് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പുട്ട് സ്റ്റാർ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പുട്ടിൽ തുടങ്ങുന്ന എല്ലാ സാധനങ്ങളും അവൻ എടുത്തോളും. അതായത് പുട്ട് ഒബ്ജക്റ്റ്, പുട്ട് ബക്കറ്റ് അല്ലെങ്കിൽ പുട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എടുത്തോളും. അങ്ങനെയാണ് ഇത്. അതേപോലെ പോസ്റ്റ് ഫിക്സ് ആയിട്ട് നമ്മൾ വൈൽഡ് കാർഡ് കൊടുത്തു. ഇതേപോലെ നമുക്ക് പ്രിഫിക്സ് ആയിട്ടും വൈൽഡ് കാർഡ് കൊടുക്കാം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഗെറ്റ് ഒബ്ജക്റ്റ്, പുട്ട് ഒബ്ജക്റ്റ്, അങ്ങനെ ക്രിയേറ്റ് ഒബ്ജക്റ്റ്, ഇങ്ങനെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളെയും അവൻ ആക്ഷനായിട്ട് എടുത്തോളും. അതേപോലെ നമുക്ക് പ്രിഫിക്സ് ആയിട്ടും പോസ്റ്റ് ഫിക്സ് ആയിട്ടും വൈൽഡ് കാർഡ് കൊടുക്കാം. S3ക്ക് അകത്തിരിക്കുന്ന എൻഡിയർ സാധനങ്ങൾക്ക് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ AWSൻ്റെ അകത്തിരിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും നമുക്ക് കൊടുക്കാം. ഇതെന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ഫയൽസ് ഒക്കെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആക്ഷനൊക്കെ ഒരുമിച്ച് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വൈൽഡ് കാർഡ് കൊടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് പോളിസി എഴുതാൻ പറ്റും. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് റിസോഴ്സിൻ്റെ അകത്തും അങ്ങനെ കൊടുക്കാം. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AWSൻ്റെ അകത്തിരിക്കുന്ന എൻഡിയർ സാധനങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന ബക്കറ്റ് കൊടുത്തു. ബക്കറ്റിന് ശേഷം സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബക്കറ്റിന് ശേഷമുള്ള അതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ കണ്ടൻസും എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഇതൊക്കെ നിങ്ങൾക്ക് പോളിസി എഴുതുമ്പോൾ, നമ്മൾ സ്ഥിരമായി പോളിസി എഴുതിക്കൊണ്ടിരിക്കും ഇനി. അപ്പോൾ പോളിസി എഴുതുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ വളരെ ഫെമിലിയർ ആയിട്ട് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഫോമിലോട്ട് നിങ്ങൾ പോകും. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെയാണ്. ഫുള്ളി കിട്ടുന്നില്ലെങ്കിലും അത് ഓക്കെയാണ്. ഓക്കെ. ഇനി നമുക്ക് പോളിസി ഇവാലുവേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു AWS ഐഡൻറ്റിറ്റി ഉണ്ട്. അതായത് യൂസർ വിവേക് എന്ന് പറയുന്ന യൂസർ. ആ യൂസർക്ക് ഒരു AWS റിസോഴ്സ് യൂസ് ചെയ്യണം എന്നറിഞ്ഞിട്ട് ഒരു സിറ്റുവേഷൻ വരികയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? AWS ഐഡൻറ്റിറ്റി ഐ വാണ്ട് ടു ആക്സസ് യു, ക്യാൻ ഐ എന്ന് പറയുന്ന ഒരു കാര്യം ചോദിക്കും. എന്തിനും പെർമിഷൻ ചോദിച്ചിട്ടേ AWSൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനൊരു പെർമിഷൻ ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ IAM ഇടയ്ക്ക് കയറി വരും. ഒരാൾക്കും നേരിട്ട് പെർമിഷൻ ഇല്ല. IAMൻ്റെ അകത്ത് കൂടി കയറിപ്പോണം. അപ്പോൾ IAM എന്ത് പറയും? ഓക്കെ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയും.
IAM ചെക്ക് ചെയ്തിട്ട് എന്തായിരിക്കും IAM നോക്കുക? IAM ആദ്യം എല്ലാ പോളിസിക്കകത്ത് നിന്നും AWSന്റെ അകത്തിരിക്കുന്ന എല്ലാ പോളിസിക്കകത്ത് നിന്നും നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പോളിസി അല്ലെങ്കിൽ അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പോളിസീസിനകത്ത് നിന്നും ഈ AWS ഐഡന്റിറ്റിക്കും ഈ AWS റിസോഴ്സിനും ബാധകമാവുന്ന പോളിസീസിനെല്ലാം എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ആ പോളിസികളെല്ലാം കൂടി അവൻ എടുത്തിട്ടിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. എല്ലാ പോളിസീസും ഇവാലുവേറ്റ് ചെയ്തിട്ട് ശേഷമായിരിക്കും IAM ഈ പറഞ്ഞിരിക്കുന്ന സാധനം ആക്സസ് ചെയ്യണോ ചെയ്യണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ആക്സസ് അലോ എന്ന് പറഞ്ഞിട്ട് IAM കടത്തിവിടും. അപ്പോൾ റിസോഴ്സിനെ ആക്സസ് ചെയ്യും. ഇനിയിപ്പോൾ ഡെനി ആണെങ്കിൽ ഡെനി എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പം മൾട്ടിപ്പിൾ പോളിസീസ് ചിലപ്പം ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഐഡന്റിറ്റി ബേസ്ഡ് പോളിസീസും ഉണ്ടാവും. ഈ ആക്സസ് ചെയ്യാൻ പോകുന്ന റിസോഴ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള പോളിസീസ് ഉണ്ടാവും. ഇവന്മാരെല്ലാം കൂടി ഒരുമിച്ചെടുത്ത് ആയിരിക്കും IAM ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ഫൈനൽ റിസൾട്ട് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അലോ ചെയ്യണോ ഡെനി ചെയ്യണോ എന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഓക്കെ, അപ്പം പോളിസി ഇവാലുവേഷന്റെ കേസിൽ ഇത് നിങ്ങൾക്ക് AWSന്റെ എല്ലാ ട്യൂട്ടോറിയലിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഫിഗറാണ്. അങ്ങനെ കുറേ പോളിസീസ് കിട്ടി അല്ലേ? കുറേ പോളിസീസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ IAM ആദ്യം നോക്കുന്നത് ഏതെങ്കിലും ഒരു പോളിസിക്കകത്ത് ഈ പർട്ടിക്കുലർ റിസോഴ്സ് ഡെനി ചെയ്യാനുള്ള ആക്ഷൻ ഉണ്ടോ എന്നാണ്. ഓക്കെ, ഏതെങ്കിലും ഡെനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ആക്ഷൻ എന്ന് പറയുന്നത് ഡെനി ആയിരിക്കും. ഇനിയിപ്പോൾ ഡെനി ഒന്നുമില്ല, ഇനിയിപ്പോൾ ഒരു അലോ ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ എന്ത് ചെയ്യും? പോളിസി ഇവാലുവേഷൻ കണ്ടിന്യൂഷൻ ചെയ്യും. എവിടെയെങ്കിലും ഈ പർട്ടിക്കുലർ ഐഡന്റിറ്റിക്ക് ഈ പർട്ടിക്കുലർ റിസോഴ്സ് ആക്സസ് ചെയ്യാനുള്ള അലോ പെർമിഷൻ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അത് അലോ ആയിരിക്കും. ഇനിയിപ്പോൾ ഡെനിയും ഇല്ല അലോവും ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഡെനി ആയിരിക്കും. അപ്പം ഏറ്റവും ഇനിയിപ്പം ഒരു പോളിസിയും ഒരു പർട്ടിക്കുലർ റിസോഴ്സിനും ഐഡന്റിറ്റിക്കും അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇനീഷ്യൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഡെനി ആയിരിക്കും. അപ്പം സ്പെസിഫിക് ആയിട്ട് ഒരു അലോ വേണം. ഇനിയിപ്പോൾ ഒരു കേസും കൂടി ഉണ്ട്. ഒരു 2 പോളിസി ഉണ്ട്. ഒന്നിൻ്റെ അകത്ത് അലോയും ഒന്നിൻ്റെ അകത്ത് ഡെനിയും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ AWS പ്രിഫറൻസ് കൊടുക്കുക ഡെനിക്കാണ്. അതായത് അത് ഡെനീഡ് ആയിട്ടായിരിക്കും അവൻ കണക്കാക്കുന്നത്. ഒരു സിംഗിൾ ഡെനി എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ഡെനി ആയിട്ട് കണക്കാക്കും. മൾട്ടിപ്പിൾ അലോ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അവൻ ഡെനി ആയിട്ടേ എടുക്കത്തുള്ളൂ, സമ്മതിക്കത്തില്ല. റിസോഴ്സിനെ ആക്സസ് ചെയ്യാൻ സമ്മതിക്കില്ല. ഇങ്ങനെയാണ് പോളിസി ഇവാലുവേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒന്ന് ഇതാക്കാം. പോളിസി റൈറ്റ് ചെയ്യാം എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. എങ്ങനെ നമുക്ക് ലീസ്റ്റ് പ്രിവിലേജ് പോളിസീസ് എഴുതാം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, നമുക്കത് സർവീസസ് പഠിക്കുന്ന സമയത്ത് സർവീസസിൻ്റെ അകത്തിരിക്കുന്ന ആക്ഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് ഇവിടെ നിർത്താം. സോറി, ഇത് വളരെ ലോങ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിപ്പോയി. പക്ഷേ പോളിസി പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.